ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചൊവ്വാഴ്ച നമ്മൾ കഥയിലൂടെയാണ് പോകുന്നത്. സ്റ്റോറി തെറാപ്പിയുടെ 102ാമത്തെ ദിവസം. കഴിഞ്ഞ ആഴ്ച കഥ പറഞ്ഞ അതേ വ്യക്തി തന്നെ ഒരിക്കൽ കൂടി ഒരു കഥ പറയുന്നു. തീർച്ചയായിട്ടും ഉഷാമാമിൽ നിന്ന് പരിചയം ഏറ്റുവാങ്ങാം. എല്ലാവരെയും സ്വാഗതം ചെയ്തു. അതോടൊപ്പം ഉഷാമാമിലും. ഉഷാമാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മ്യൂട്ടാണോ? ഓഡിബിൾ ആണ് സാറേ? ഓഡിബിൾ ആണോ? അതെ അതെ, പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരം. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയും നമ്മോടൊപ്പം ഹസീന ഉണ്ടായിരുന്നു. ഹസീന പറഞ്ഞ കഥ നമ്മൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പിറന്നാൾ ദിനത്തിൽ, ഒരു 6 വയസ്സുകാരൻ്റെ പിറന്നാൾ ദിനത്തിൽ, ഓർമ്മയിലില്ലാതിരുന്ന ഒരു പിറന്നാൾ ദിനത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഓർമ്മപ്പെടുത്തലിലൂടെ തൻ്റെ ബാല്യകാലത്തിൽ ഒരു പിറന്നാൾ ദിനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോയ ഒരു കുഞ്ഞികൃഷ്ണൻ്റെ കഥ, അവൻ്റെ നിസ്സഹായയായ അമ്മയുടെ കഥ, ആ പിറന്നാൾ ദിനത്തിൽ ഒരാളെ കൊല്ലാൻ ശ്രമിച്ച ഒരു 6 വയസ്സുകാരൻ്റെ കഥ, അതിനായി കുളിച്ച് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞു ബാലന്റെ കഥ, ആ പിറന്നാൾ ദിനത്തിൽ പെട്ടിപ്പത്തായം തുറന്ന വല്യമ്മാവനോട് 4 ഇടങ്ങഴി നെല്ലു കൂടുതൽ ചോദിച്ച അമ്മയുടെ കരണത്തേറ്റ അടിയുടെ ശബ്ദം, ആ നെല്ലുകുട്ടയുമായി പത്തായപ്പുരയുടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന അമ്മയുടെ നെറ്റിയിൽ പൊടിഞ്ഞ ചോര, അതുപോലെ തന്നെ ആ കവിളിലൂടെ ഒഴുകിയിറങ്ങുന്ന, ആ കവിൾത്തടത്തിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിൻ്റെ ആ ഒരു ഓർമ്മ കാഴ്ച, നിസ്സഹായനായ ആ ഒരു ബാലൻ അത് നോക്കി നിൽക്കേണ്ടി വന്ന ഒരു കുഞ്ഞു മനസ്സിൽ ഏറ്റ വേദന, ആ വേദന നമ്മൾ ഓരോരുത്തരെയും ഇപ്പോഴും നമ്മളെ ഓരോരുത്തരെയും നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഹസീനയെ, പ്രിയപ്പെട്ട കഥാകാരിയെ ഈ ഒരു മാറ്റിനി ഫ്രീ വെബിനാറിൻ്റെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം, ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും മുമ്പിൽ, നമ്മുടെ മുമ്പിൽ പുതിയൊരു കഥയുമായിട്ട് ഹസീന വീണ്ടും വന്നിരിക്കുന്നു. വെൽക്കം ഹസീന. ഹൃദയപൂർവ്വം ഹസീനയെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ഹസീന. താങ്ക് യു ഷാമം, താങ്ക് യു സാബു സർ. ഒരിക്കൽ കൂടി നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് കഥ പറച്ചിലുമായിട്ട് വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ കഥയെന്ന് എനിക്ക് തോന്നിയ, ഞാൻ വായിച്ചതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുകഥയാണ്. ദീപ നിശാന്ത് എന്ന് പറയുന്ന ഒരു കഥാകാരി, തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ പ്രൊഫസറാണ്, മലയാളം അധ്യാപികയാണ്. അവരെഴുതിയ ഒരു കഥയിലെ കുന്നോളം ഉണ്ടല്ലോ ഭൂതകാലങ്ങളിൽ, നമുക്കൊക്കെ നമ്മുടെ ഭൂതകാലങ്ങളിൽ ധാരാളം കുന്നോളം ചിന്തിക്കാനും പറയാനും ഒക്കെ ധാരാളം കാര്യങ്ങളുണ്ടാവും. അതിലൊരു കുഞ്ഞു കഥ, ആ കുഞ്ഞു കഥ ഞാൻ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ആ കഥ എന്റെ കഥയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിട്ടു. അത്രയും ഭംഗിയുള്ളൊരു കഥയാണ്. അപ്പോ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു തെറാപ്പി തന്നെയാണ്. നമ്മൾക്കൊക്കെ കുറെ ദൂരം യാത്ര ചെയ്യാനും നമ്മുടെയൊക്കെ ആകുലതകളും മനസ്സിലെ വിഷമങ്ങളും ഒക്കെ കുറച്ചു നേരം മാറ്റിവെച്ച് കുറെ വിദൂരതയിലേക്ക് സഞ്ചരിക്കാനൊക്കെ ഈ കഥയ്ക്ക് ചിലപ്പോൾ ആകും എന്ന വിശ്വാസത്തോടെ, വീട്ടാനാകാത്ത ചില കടങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇല്ലേ, വീട്ടാൻ ആകാത്ത ചില കടങ്ങൾ എത്ര തന്നെ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്തു വെച്ചാൽ പോലും വീട്ടാൻ പറ്റാത്തതായിട്ട് കുറെ കടങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകും. അതിലൊരു കടമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഒരിക്കൽ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ബസ്സിൽ പോയി പഠിക്കുക എന്നതായിരുന്നു. 10ാം ക്ലാസ് വരെ വീടിനടുത്തുള്ള പേരാമംഗലം സ്കൂളിലേക്ക് എന്നും നടന്നാണ് പോയിരുന്നത്. ഓരോ തവണ നടന്നു പോകുമ്പോഴും ഞാൻ ആ സ്കൂളിനെ ശപിക്കുമായിരുന്നു. എന്റെ വീടിനടുത്ത് ഈ നശിച്ച സ്കൂൾ ഇല്ലായിരുന്നെങ്കിൽ എനിക്കും ബസ്സിൽ പോയി പഠിക്കാമായിരുന്നല്ലോ എന്നോർത്ത് സ്കൂളിലേക്കുള്ള ഇടവഴികളെ പലപ്പോഴും ശാപമുഖരിതമാക്കാറുണ്ട്. നാട്ടിൻപുറത്തെ ആ സ്കൂളിൽ നിന്ന് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലേക്കും പറിച്ചു നട്ടപ്പോൾ ലോകം കീഴടക്കിയ ആഹ്ലാദമായിരുന്നു. ബസ്സിൽ സൈഡ് സീറ്റിലിരുന്ന് പുഴയ്ക്കൽ പാടത്ത് നിന്നടിക്കുന്ന
കാറ്റിൽ ശ്വാസം മുട്ടി ഇടയ്ക്ക് കൈകൾ കൊണ്ട് ചെവി അടച്ചും തുറന്നുമുള്ള മധുര മനോഹര യാത്ര സ്വപ്നം കണ്ട എനിക്ക് ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ബസ് യാത്ര വിദ്യാർത്ഥികൾക്ക് അത്ര സുഖകരമല്ലെന്ന് സത്യം ബോധ്യപ്പെട്ടു. കാട്ടുമുല്ലയും കോളാമ്പി പൂക്കളും വീണ് കിടക്കുന്ന ഇടവഴികളിലൂടെ. മുല്ലപ്പറമ്പ് എന്നായിരുന്നു ആ വഴിയുടെ ഇരട്ടപ്പേര്. സ്കൂളിലേക്ക് നടന്നു പോയിരുന്ന ആ പഴയ കാലം എത്ര മനോഹരമായിരുന്നെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ബസ്സിലെ കമ്പിയിൽ തൂങ്ങിക്കിടന്ന് യാത്ര ചെയ്യുമ്പോൾ ഇനി ഒരിക്കലും ആ കാലം തിരിച്ചു കിട്ടില്ലെന്ന് ഓർത്ത് ഉള്ളിൽ വേദന തികട്ടി വരുമായിരുന്നു. കേരളവർമ്മയിൽ അന്നൊക്കെ പ്രീ ഡിഗ്രിക്ക് ക്ലാസ് ഉച്ചയ്ക്കായിരുന്നു. 1 മുതൽ 5 വരെയാണ് ക്ലാസ്. ക്ലാസ് വിട്ട് പടിഞ്ഞാറേക്കോട്ടയിലെ സ്റ്റോപ്പിലേക്ക് നടന്നെത്തുമ്പോഴേക്കും മണി 5:30 ആകും. ബസ് കിട്ടി വീട്ടിലെത്തുമ്പോഴേക്കും 6 മണി. അതായിരുന്നു പതിവ്. നല്ല മഴക്കാറുള്ള ദിവസമായിരുന്നു അന്ന്. ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോഴേക്കും ഇരുട്ട് പരക്കാൻ തുടങ്ങി. ഉള്ളിലെ ഭയവും ഒപ്പം പരക്കാൻ ആരംഭിച്ചു. ബസ്സുകളൊന്നും നിർത്തുന്നില്ല. ഒടുവിൽ തൃശൂർ ഗുരുവായൂർ എന്ന ബോർഡ് കണ്ട് ഒരു ബസ്സിൽ ചാടിക്കയറി. എന്റെ വിജ്ഞാന ചക്രവാളത്തിൽ ഗുരുവായൂര് എന്റെ വീടിന്റെ മുന്നിലൂടെ മാത്രം പോകാൻ കഴിയുന്ന ഒരു അത്യപൂർവ മേഖലയായിരുന്നു. ബസ് പുറപ്പെട്ടപ്പോഴേക്കും മഴ തകർത്തു പെയ്യാൻ തുടങ്ങി. ഷട്ടറുകളെല്ലാം താഴ്ത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് ഒന്നും കാണാനും വയ്യ. ആകെ മൊത്തത്തിൽ ഇരുട്ട്. തകർത്തു പെയ്യുന്ന മഴയുടെ ആരവം ബസ്സിനേക്കാൾ വേഗത്തിൽ കാതുകളിലേക്ക് ഇരച്ച് കയറുന്നുണ്ട്. ഞാൻ നിൽക്കുകയാണ്, ആ നീണ്ട ബാഗും കൂട്ടിപ്പിടിച്ച്. ഇരിക്കാൻ സീറ്റ് ഒഴിവുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ ഇരിക്കാൻ പാടില്ലെന്ന അലിഖിത നിയമം ഉള്ളതുകൊണ്ട് ഞാൻ ഇരുന്നില്ല. അപ്പോഴാണ് അവിടെ ഇരുന്നോ കുട്ടിയെ എന്നൊരു ശബ്ദം കേട്ടത്. നോക്കിയപ്പോ ബസ്സിലെ കിളിയാണ്. ഒരു സീറ്റ് ചൂണ്ടിക്കാട്ടി ഇരുന്നോളാൻ പറഞ്ഞു. കിളികളിലും വിശാല ഹൃദയരോ. ആദ്യമായാണ് ഇത്തരം ഒരു അനുഭവം. ഞാൻ അയാൾ നിൽക്കുന്നതിന് തൊട്ടു പിന്നിലുള്ള സീറ്റിലിരുന്നു. പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ട് സ്ഥലം എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അന്നൊക്കെ ഇറങ്ങേണ്ട സ്ഥലം തിരിച്ചറിഞ്ഞിരുന്നത് ചില അടയാളങ്ങൾ നോക്കി വെച്ചാണ്, അല്ലെങ്കിൽ കിളിയോ കണ്ടക്ടറോ ഉറക്കെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ. മഴയുടെ ഇരമ്പലിൽ പല സ്ഥലങ്ങളുടെയും പേരുകൾ കേൾക്കാൻ കഴിയുന്നില്ല. ബസ്സിൽ പുരുഷന്മാർ നിറയാൻ തുടങ്ങി. എനിക്ക് അപരിചിതമായ ചില സ്ഥലങ്ങളുടെ പേരുകൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോഴാണ് അങ്കലാപ്പായത്. സമയം നോക്കിയപ്പോ 6:30 ആവാറായിരിക്കുന്നു. ഈശ്വരാ, ഇതെന്താ എത്താത്തെ? എനിക്ക് പേടിയായി. പകച്ച് ഞാൻ കിളിയോട് ചോദിച്ചു, പേരാമംഗലം എത്താറായോ? അയാൾ അമ്പരപ്പിൽ എന്നെ നോക്കി. കുട്ടി എവിടെ നോക്കിയിട്ടാ കേറിയേ? ഇത് പാവരട്ടി വണ്ടിയല്ലേ എന്ന വാക്കുകൾ കേട്ടപ്പോഴേക്കും അയ്യോ ഇതെങ്ങടാ പോണേ എന്നും ചോദിച്ച് ഞാൻ ചാടി എണീറ്റ് കഴിഞ്ഞിരുന്നു. പാവരട്ടി എത്താറായി കുട്ടിയെ, ഇത് അമല വഴി തിരിയണ വണ്ടിയാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ കരയാൻ ആരംഭിച്ചു. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ കരച്ചിലടക്കി. സാരല്ല, പാവരട്ടി എത്തിയിട്ട് മാറി കയറിയാ മതി, അവിടെ ഇരുന്നോ എന്ന അയാളുടെ വാക്കുകൾ എന്നെ തെല്ലും സാന്ത്വനപ്പെടുത്തിയിരുന്നില്ല. പാവരട്ടി സ്റ്റാൻഡിലെത്തിയപ്പോഴേക്കും മഴ നിന്നിരുന്നു. പുറത്തേക്കിറങ്ങിയപ്പോൾ നല്ല ഇരുട്ട്. വീട്ടിൽ അന്ന് ഫോൺ കിട്ടിയിട്ടില്ല. കയ്യിൽ മൊബൈൽ ഇല്ലാത്ത കാലം. പരിചയമുള്ള ഒരാളുടെയും നമ്പർ ഓർമ്മയിലില്ല. ഞാൻ ആകെ ഭയന്നു. ചുറ്റും അത്രയൊന്നും സുഖകരമല്ലാത്ത കാഴ്ചകൾ. മദ്യപിച്ച് ചിലരുടെ കമന്റുകൾ, അശ്ലീലം നിറഞ്ഞ ചിരി. ഒന്നിനും ക്ഷാമമില്ല. കുട്ടി ഇതേ ആ കിടക്കണ വണ്ടി കേൾക്കും. അത് അമലയുടെ അവിടേക്കുള്ള വണ്ടിയാ. അവിടുന്ന് പേരാമംഗലത്തേക്കുള്ള വണ്ടി കിട്ടും. പുറകിൽ കിളിയുടെ ശബ്ദം. ഞാൻ നിരാലംബയെ പോലെ ആ ബസ്സിന് നേരെ നടന്നു. കയ്യിൽ ആകെ കൂടിയുള്ളത് 2-3 രൂപയാണ്. വിദ്യാർത്ഥികളുടെ യാത്രാ സമയം കഴിഞ്ഞിരിക്കുന്നു. ഫുൾ ടിക്കറ്റ് എടുക്കണം. എന്റെ മുഖം കണ്ട് എന്തോ സംശയം തോന്നിയിട്ടാവണം അയാൾ ചോദിച്ചു, പൈസ ഉണ്ടോ കയ്യില്? ഞാൻ നിറകണ്ണുകളോടെ തല താഴ്ത്തി. അയാൾ ഒന്നും മിണ്ടാതെ പോക്കറ്റിൽ കൈയിട്ടു. 20 രൂപയുടെ ഒരു മുഷിഞ്ഞ നോട്ടും പിന്നെ കുറച്ച് ചില്ലറയും കയ്യിൽ കിട്ടി. ചില്ലറ പോക്കറ്റിൽ തന്നെ ഇട്ട് അയാൾ ആ 20 രൂപ നോട്ടെടുത്ത് എനിക്ക് നേരെ നീട്ടി. ഞാൻ ഒട്ടും മടിക്കാതെ അത് വാങ്ങി. ലജ്ജ, അഭിമാനം തുടങ്ങിയ വികാരങ്ങൾ തികച്ചും സാന്ദർഭികം മാത്രമാണെന്ന സത്യം അന്നത്തെ പ്രീ ഡിഗ്രിക്കാരിക്ക് എളുപ്പം ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇരുട്ടത്തുള്ള ബസ് യാത്രയെ ഓർത്ത് എനിക്ക് പിന്നെയും പേടിയായി. വീട്ടിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്തപ്പോൾ പേടി കൂടി. അമലയിൽ ബസ് ഇറങ്ങി അപ്പുറത്താണോ ഇപ്പുറത്താണോ ബസ് കാത്തു നിൽക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല.
ഞാൻ പതുക്കെ ബസ്സിൽ കയറി. ബസ് മുന്നോട്ടെടുത്തു. നിറയെ പുരുഷന്മാർ. എന്റെ ഹൃദയമിടിപ്പ് കൂടി. കണ്ടക്ടർ വന്നപ്പോൾ ഞാൻ ആ 20 രൂപ നോട്ടെടുത്ത് നീട്ടി. തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അയാൾ പുറകിലേക്ക് ചൂണ്ടി. ഞാൻ അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കി. തൊട്ടുപുറകിലത്തെ സീറ്റിൽ മൃദുവായി ചിരിച്ച അയാൾ ഇരിക്കുന്നു. പേടിക്കണ്ട, ഈ നേരായില്ലേ, ഞാൻ കൊണ്ടാക്കി തരാം. ആ വാക്കുകൾ കേട്ടപ്പോൾ മറിച്ച് ചിന്തിക്കത്തക്ക സ്ത്രീപീഡന കേസുകൾ പത്രത്താളുകളിൽ അന്ന് പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. ഞാൻ ആശ്വാസത്തോടെ ചിരിച്ചു. എന്റെ അച്ഛന്റെയോ ചേട്ടന്റെയോ കൂടെ യാത്ര ചെയ്യുന്ന സുരക്ഷിതത്വം എനിക്ക് തോന്നി. പുറകിൽ അയാൾ ഉണ്ടെന്ന ധൈര്യത്തിൽ പുറത്തെ ഇരുട്ടിനെ ഞാൻ കൂസലന്യെ നോക്കി. ബസ് അമല എത്തിയപ്പോ സമയം ഒരുപാട് വൈകിയിരിക്കുന്നു. വീട്ടിൽ എല്ലാവരും പേടിച്ചിരിക്കുകയാണെന്ന് ഓർത്തപ്പോൾ എനിക്ക് ആദിയായി. വീട് എവിടെയാണ്? അയാൾ ചോദിച്ചു. ഞാൻ സ്ഥലം പറഞ്ഞു. ഓട്ടോയിൽ പോവാലോ എന്ന് പറഞ്ഞ് അയാൾ സ്റ്റാൻഡിലെ ഒരു ഓട്ടോ വിളിച്ചു. അതിൽ കയറാൻ ഒട്ടും ഭയം തോന്നിയില്ല. അന്നത്തെ കൗമാരക്കാരിക്ക് അയാൾ അപ്പോഴേക്കും രക്ഷാദൂതനായി മാറിക്കഴിഞ്ഞിരുന്നു. വീട്ടിലെത്തുമ്പോൾ അമ്പരന്ന മിഴികളോടെ ബന്ധുമിത്രാദികളൊക്കെ മുറ്റത്തുണ്ട്. ഞാൻ ഓട്ടോയിൽ നിന്നിറങ്ങി. വീട്ടിലേക്ക് ഓടി. ശകാരം, കരച്ചിൽ തുടങ്ങിയ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയാളെ ഓർത്തത്. ഈശ്വരാ, ഒരു നന്ദി വാക്ക് പോലും. എന്റെ കയ്യിൽ അപ്പോഴും അയാൾ തന്ന മുഷിഞ്ഞ 20 രൂപ നോട്ടുണ്ടായിരുന്നു. പിന്നീട് ഇടയ്ക്കൊക്കെ കോളേജ് വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ ബസിന്റെ മുൻവാതിലിൽ അയാളെ മിന്നായം പോലെ കണ്ടിട്ടുണ്ട്. അയാൾക്ക് കൊടുക്കാനുള്ള 20 രൂപ ബാഗിൽ കുറെ കാലം കൊണ്ടു നടന്നു. പിന്നെ അയാളെ കാണാതായി. പതിവ് തിരക്കുകൾക്കിടയിൽ മറവിയിലേക്ക് അയാളുടെ മുഖവും മുങ്ങിപ്പോയി. പഠിച്ച കോളേജിൽ തന്നെ ജോലി കിട്ടി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ അയാളെ വീണ്ടും കണ്ടു. കോളേജിൽ നിന്നുള്ള മടങ്ങിപ്പോക്കിനിടയിൽ ഒരു ദിവസം തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നാണ് അന്ന് ബസ് കയറിയത്. ബസിന്റെ ലോങ് സീറ്റിലിരുന്ന് ടിക്കറ്റിന്റെ പൈസ ബാഗിൽ നിന്ന് എടുത്ത് മുഖമുയർത്തി മുന്നിലേക്ക് നോക്കിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മനുഷ്യൻ ആർദ്രമായി എന്നെ തന്നെ നോക്കിയിരിക്കുന്നു. പെട്ടെന്ന് ഉള്ളിലൊരു മിന്നൽ പാഞ്ഞു. എന്റെ മനസ്സ് ആർദ്രമായി. ഞാൻ പണ്ടത്തെ പ്രീ ഡിഗ്രിക്കാരിയായി. ഇരുട്ടിൽ ഒറ്റക്കായി പോയ ആ കുട്ടി. ക്ലാസ് റൂമുകളിലെയും സൗഹൃദ സദസ്സുകളിലെയും വാചാലതയൊക്കെ അമ്പരപ്പിന് വഴിമാറിക്കൊടുത്ത് മൗനത്തിൽ ഒളിച്ചു. ഒന്നും പറയാൻ കഴിയുന്നില്ല. കണ്ണ് നിറയുന്നുണ്ട്. അയാളെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും എന്റെ കണ്ണ് നിറയാറുണ്ട്. എന്റെ കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഇടയ്ക്ക് അകാരണമായി കർത്തവ്യനിരതരാകാറുണ്ട്. എന്നെ ലജ്ജിപ്പിക്കുന്ന ദൗർബല്യങ്ങളിലൊന്ന് ഇതങ്ങനെയല്ല. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന നന്ദിയും സ്നേഹവും കൊണ്ട് ഹൃദയം തുളുമ്പി പോവുകയാണ്, സ്നേഹാർദ്രമാവുകയാണ്. മനസ്സിലായോ? ഞാൻ ശാന്തമായി ചോദിച്ചു. ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ തലയാട്ടി. ആ പ്രായത്തിലുള്ള ഒരാളും എന്നെ നോക്കിയിട്ടില്ലത്രേ. വാത്സല്യത്തോടെ അയാൾ ചോദിച്ചു. ഇപ്പൊ ടീച്ചറാലേ? വീണ്ടും മൂടി. ഞാൻ കാണാറുണ്ട് ഇടയ്ക്ക്, ബസ് കാത്തു നിൽക്കണതും പോണതും, അയാൾ പറഞ്ഞു. ഞാൻ വെറുതെ ചിരിച്ചു. വാക്കുകളെ, നിങ്ങൾ എവിടേക്കാണ് എന്നിൽ നിന്ന് ഓടി ഒളിച്ചത്? റാങ്ക് കിട്ടിയതിന്റെയും കല്യാണം കഴിഞ്ഞതിന്റെയും പടം പേപ്പറിൽ കണ്ടിരുന്നു. ഞാൻ കുറെ പേർക്ക് കാട്ടിക്കൊടുത്തു. ഞാൻ അറിയണ കുട്ടിയാന്നും പറഞ്ഞു. അയാൾ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ വാക്കുകൾ അതുവരെ എനിക്ക് കിട്ടിയ ഏത് സർട്ടിഫിക്കറ്റിനേക്കാളും വലുതായിരുന്നു. ഇന്നും അതിനു മുകളിൽ നിൽക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും എന്റെ കയ്യിലില്ല. എന്റെ ചെറിയ ചെറിയ നേട്ടങ്ങളിൽ, സന്തോഷങ്ങളിൽ അജ്ഞാതനായ ഒരാൾ സന്തോഷിക്കുക, ആ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവെക്കുക. ജീവിതത്തിന് എന്തൊരു തിളക്കം! ബഷീർ പറഞ്ഞ പോലെ, വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം! അയാൾ എന്റെ ഭർത്താവിനെ കുറിച്ചും മക്കളെ കുറിച്ചുമൊക്കെ ചോദിച്ചു. ചോദിക്കാതെ തന്നെ അയാളുടെ കുടുംബത്തെ കുറിച്ച് ആഹ്ലാദത്തോടെ പറഞ്ഞു. അയാളുടെ കുട്ടിയുടെ പേരിടൽ ചടങ്ങായിരുന്നു തലേന്ന്. പറയുന്നത് കേട്ട് ഞാൻ വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു. ക്ലാസ്സിൽ ടീച്ചറുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന സ്കൂൾ കുട്ടിയെ പോലെ. സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെടേണ്ട സമയമായി. അയാൾ പതുക്കെ വണ്ടി മുന്നോട്ടെടുത്തു. ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഞാൻ പിന്നെ അയാളെ നോക്കിയില്ല. നോക്കിയാൽ കരഞ്ഞു പോയേക്കുമെന്ന് തോന്നി. അന്നത്തെ ദിവസത്തെ കുറിച്ച് ഓർത്ത് പുറത്തേക്കും നോക്കിയിരുന്നു. തെളിഞ്ഞ വെയിൽ പുറത്തുണ്ടായിരുന്നു. അന്നത്തെ ആ മഴ പെയ്യുന്നത് ഇപ്പോ എന്റെ ഉള്ളിലാണ്. ഇടിയും മിന്നലും ഒന്നുമില്ലാതെ ഒരു പെരുമഴ. ഈശ്വരാ, നിറയല്ലേ, ഉള്ളു നിറഞ്ഞു പുറത്തേക്ക് ഒഴുകല്ലേ. അയാൾ തന്ന 20 രൂപയുടെ ആ മുഷിഞ്ഞ നോട്ടിനെ കുറിച്ച് ഓർത്തു. ബാഗിൽ പൈസയുണ്ട്. തിരിച്ചു കൊടുക്കണോ? വേണ്ട, കൊടുക്കണ്ട.
ചില കടങ്ങൾ വീട്ടാതെ അവശേഷിക്കേണ്ടതായിട്ടുണ്ട്. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഓർത്തൊന്ന് നെടുവീർപ്പിടാൻ. അല്ലെങ്കിൽ തന്നെ ആ കടം വീട്ടാൻ എന്റെ ഏത് സമ്പാദ്യത്തിനാണ് കഴിയുക? ഇങ്ങനെ നമുക്കൊക്കെ ഉണ്ട് കുറേ കടങ്ങൾ വീട്ടാൻ. അങ്ങനെ ചില കടങ്ങളൊക്കെ നമുക്ക് ഓർക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതും എടുക്കാം. താങ്ക് യു. താങ്ക് യു മാം. തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു കഥ. ഒത്തിരിയും സന്ദർഭങ്ങൾ ഇതുപോലെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പൈസ കൊടുക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ അന്ന് 10 പൈസയും 20 പൈസയും 30 പൈസയൊക്കെ ആയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട റോൾ. 10 പൈസ ST, 30 പൈസ എന്നൊക്കെ പറയുന്നത് ഫുൾ ടിക്കറ്റുമായിരുന്നു. അങ്ങനെ 30 പൈസ ഇല്ലാതെ ഒരു കണ്ടക്ടറുടെ വായിന്ന് കേട്ടത് മുഴുവൻ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അത്ര ഇമോഷണൽ തലമായി. എന്തുകൊണ്ടാണ് ഇമോഷൻ എന്നറിയാലോ, എല്ലാവരും കേട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ അത്രയും സ്നേഹമുള്ള ഒരു കണ്ടക്ടർ ആയിരുന്നില്ല എന്നുള്ളതാണ് അവിടെ ഒരു പ്രത്യേകത. എനിവേ, താങ്ക് യു. നമുക്ക് തീർച്ചയായിട്ടും അനുഭവങ്ങളിലൂടെ പോവാം. ഓക്കെ, ഉഷ മാം താങ്ക് യു. ഹസീന, വീണ്ടും ഒരിക്കൽ കൂടി ഹസീന ഞങ്ങളെ എല്ലാവരെയും വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. ഹസീനയുടെ സെലക്ഷനാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ നമ്മൾ ഓരോരുത്തരുമാണ് ഈ കഥയിലൂടെ പോയിക്കൊണ്ടിരുന്നത്, നമ്മുടെ ലൈഫിലെ ഓരോ സന്ദർഭങ്ങളും. ഹസീനയോട് എനിക്ക് പലപ്പോഴും വീട്ടാനാവാത്ത ഒരുപാട് കടങ്ങൾ ഞാൻ മനസ്സിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആ ഓർമ്മയാണ് എനിക്കിപ്പോൾ വന്നത്. എപ്പോഴും ഹസീനയുടെ അവതരണം പോലെ തന്നെ ഈ കഥയുടെ ഒരു രീതി, എഴുതിയിരിക്കുന്ന രീതി, ആ ഒരു ടീച്ചർ എഴുതിയിരിക്കുന്ന രീതിയും അതിൻ്റെ വായനയും ഒട്ടേറെ നമ്മുടെ ഹൃദയസ്പർശിയാണെന്ന് തന്നെ പറയാം. അതുപോലെ കേരളവർമ്മ കോളേജ്, ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് കേരളവർമ്മ കോളേജിലാണ്. അത് എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കോളേജ്. ഞാൻ മുമ്പൊരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ 44-ാമത്തെ വയസ്സിലാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണത്. അപ്പോൾ എൻ്റെ ആ ഒരു കോളേജിൽ പോകണ ആ ഓർമ്മകൾ, എൻ്റെ പ്രിയപ്പെട്ട കേരളവർമ്മ കോളേജ്, അതിലെ ഓരോ ഇടവും എനിക്ക് സുപരിചിതമാണ്, എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എൻ്റെ ശ്വാസവും നിശ്വാസവും എല്ലാം അവിടുത്തെ ഓരോ മണൽത്തരികളും അല്ലെങ്കിൽ ഓരോ നിമിഷങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത്രയേറെ മനസ്സോട് ചേർന്ന് വെച്ചാണ് ഞാൻ ആ കോളേജിൽ പോയത്, പഠിച്ചത്. എൻ്റെ യാത്രകൾ, എൻ്റെ ബസ് യാത്ര, അതുപോലെ തന്നെ ശക്തൻ സ്റ്റാൻഡ്, ഇതെല്ലാം പടിഞ്ഞാറേക്കോട്ട, അതെല്ലാം അതിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. പിന്നെ ആ ബസ്സിലെ നന്മ നഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ഒരു കഥ. അത് വളരെയധികം ഭംഗിയായിട്ട് ഹസീന അവതരിപ്പിക്കുകയുണ്ടായി. ഇതൊരു ബസ്സിലെ യാത്രയുടെ അനുഭവമായിരുന്നെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ ഇതുപോലെ നമ്മളെ കാത്ത് നമ്മൾക്ക് കടമായി തന്ന ഒരുപാട് കാര്യങ്ങൾ വീട്ടാനാവാതെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും നന്മ പറ്റിപ്പോകാത്ത മനസ്സുകളുടെ ഒരു വലിയൊരു ബാക്കി ചിത്രം എന്ന് ഞാൻ ഈ ഒരു കഥയിലൂടെ എനിക്ക് മനസ്സിലാക്കുന്നു. അതുപോലെ ഒരു കണ്ണ് നിറഞ്ഞുന്ന ഒട്ടേറെ സന്ദർഭങ്ങളാണ് ഹസീന ഈ കഥ അവതരിപ്പിച്ചപ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി എൻ്റെ പ്രിയ കൂട്ടുകാരിക്ക്, പ്രിയ കഥാകാരിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ പ്ലാറ്റ്ഫോമിൻ്റെ പേരിലും ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ തരികയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഇനിയും കമൻസ് കേൾക്കാനുണ്ട്. നമുക്ക് ഉലഹനൻ സാറിലേക്ക് പോകാം. ഉലഹനൻ സർ. Am I audible? Yes, sir. ഹസീന മാമിന് വീണ്ടും ഒരു സന്തോഷം അറിയിക്കട്ടെ. നല്ലൊരു കഥ. നമ്മുടെ മനസ്സിൽ കുടികേറിയിട്ടുള്ള ഒത്തിരി സാഹചര്യങ്ങളെ നമ്മളോട് പുറകോട്ട് പോയി അതിലൊന്ന് സഞ്ചരിച്ച് മുന്നോട്ട് വരാനായിട്ട് സഹായിച്ചു. എൻ്റെ കാര്യം പറഞ്ഞാല് മാം പറഞ്ഞ പോലെ തന്നെ ബസ് കയറാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ദൂരം നടന്ന് കോളേജിൽ പോയ ആളാണ്. 10 പൈസയാണ് അന്നത്തെ ചാർജ്. അച്ഛൻ എടുത്തു തരുന്ന 10 പൈസ ബസ്സിന് കൊടുക്കാനില്ല എന്ന് ഉറപ്പിച്ച് അരമണിക്കൂർ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഭാരതപ്പുഴയുടെ ഒരു ശാഖയായിട്ട് മലമ്പുഴ, അതിൽ നിന്ന് വരുന്ന വെള്ളം കൽപ്പാത്തിയിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്.
ഒരു മുക്കാൽ നനയാതെ അവിടെ എത്തി. അവിടുന്ന് ഷോർട്ട് കട്ട് നടന്ന വിക്ടോറിയ കോളേജിന്റെ പുറകിലെത്താം. അതിലൂടെ കയറി പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പോകുമ്പോൾ എന്തോ നേടിയതുപോലെയായിരുന്നു. 10 പൈസ കയ്യിലുണ്ട്, അതിന് വലിയ വിലയാണ്. അപ്പൊ ഞങ്ങൾ 4 പേരുണ്ട്. ഈ 4 പേരുടെ കയ്യിൽ ടോട്ടൽ 40 പൈസ ഉണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു സാഹസം ഞങ്ങൾ ചിലപ്പോൾ ചെയ്യാറുള്ളത്, 10 പൈസ കൂടെ ചേർന്നാൽ ഒരു കാര്യം നടക്കുമെങ്കിൽ ഈ 4 പേരും പറയും, ഈ 10 പൈസ കണ്ടക്ടർക്ക് കൊടുക്കാതെ പോകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ആ വിഡ്ഢിത്തരവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മാം, ഈ കണ്ടക്ടറെ പിന്നെ കാണുമ്പോൾ അയാളുടെ 10 പൈസ വേണ്ടായിരുന്നു, പക്ഷെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല, ആ കടം വീട്ടാൻ കഴിയില്ല. ഇന്ന് മാമിന്റെ ഈ കഥ പറച്ചിലൂടെ സത്യത്തിൽ അതൊക്കെ നമ്മളെ ഓർപ്പിച്ചു എന്നുള്ളതാണ്. ഒരു കാര്യം ഈ കഥയിലെ വാക്കുകളിലൂടെ പറയുമ്പോൾ, ആവശ്യകതയുടെ മുമ്പിൽ, അത്യാവശ്യത്തിന്റെ മുമ്പിൽ വികാരങ്ങളെ മറികടന്ന് കിട്ടുന്ന സഹായം സൗണ്ട് കേൾക്കുന്നില്ലല്ലോ സർ. സാർ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ, മ്യൂട്ട് അല്ലല്ലോ. സാറിന്റെ നെറ്റ് പ്രോബ്ലം തോന്നുന്നു. സാറിന്റെ വോയിസ് പോയി. സൗണ്ട് ഇല്ല. എന്താ കുഴപ്പം? നമുക്കൊന്നും കൂടെ ഒന്ന് റീജോയിൻ ചെയ്തോളൂ സാർ, എന്തെങ്കിലും ചെറിയ പ്രോബ്ലം ആയിരിക്കും. ഓക്കെ, ഇനി ആരാ പറയുന്നേ? മോഹൻദാസ് സാർ പറഞ്ഞോളൂ. സാർ മ്യൂട്ടാണ്. മോഹൻദാസ് സാർ മ്യൂട്ടാണ്. സാർ അൺമ്യൂട്ട് ആവുന്നില്ലേ? ഞാൻ പറയണേ സാറേ. എന്നാ രമാദ്യം പറഞ്ഞോളൂ, മോഹൻദാസ് സാർ വരട്ടെ. അതായത് രണ്ടാമത്തെ തവണയാണ് കഥ കേൾക്കുന്നത്. നല്ല എന്താ അവതരണമാണ്. അത് മുമ്പ് പറഞ്ഞതാണ് എല്ലാവരും, അതുപോലെ തന്നെ ആയിരുന്നു. നമ്മള് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പം, അതായത് 7th വരെയുള്ള സ്കൂളിൽ പോകുമ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഹൈസ്കൂളിൽ എത്തിക്കഴിഞ്ഞാല് ബസ്സിന് പോവാം. അതുപോലെ അങ്ങനെ ബസ്സിന് പോകുമ്പം ഡ്രസ് കോഡിന് മാറ്റം വരും, അതും ഒരിതാണ്. പിന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ബാഗാണെങ്കിലും കൊടയാണെങ്കിലും അതിനെല്ലാം കുറച്ചും കൂടി മാറ്റം ഉണ്ടാവും. അതില് പോയി കഴിയുമ്പോഴാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജില് പോയി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ബസ് യാത്ര ഒരു സുഖമുള്ള യാത്ര അല്ല. 2-3 ദിവസം പോകുമ്പോ തന്നെ മടുത്തു. അതിലിപ്പം നഷ്ടപ്പെട്ട കുറെ സംഭവങ്ങളുണ്ട്. ഇടവഴിയിലൂടെ പോകുമ്പം മുല്ലപ്പറമ്പ് എന്നാണ് ആ പറമ്പിനെ അറിഞ്ഞിരുന്നത്. ആ മുല്ലപ്പറമ്പിലുള്ള മുല്ലപ്പൂക്കളും അതുപോലെ തന്നെ കോളാമ്പിപ്പൂക്കളും എല്ലാം ആസ്വദിച്ചുകൊണ്ട് പോകാൻ പറ്റുമായിരുന്നു. മഴക്കാലത്ത് വെള്ളം കാലിൽ ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അത് എന്താ പറയണ്ടേ, നമ്മളെ നമ്മളെ നാട്ടിനെ അടയാളപ്പെടുത്തുന്ന സംഭവം. അതുപോലെ അവിടെ എത്തിയിട്ട് ബസ് യാത്ര തുടങ്ങിയിട്ടാകുമ്പം നിന്നിട്ട് പ്രയാസപ്പെടുമ്പോഴാണ് പുറകുന്ന് കുട്ടി അവിടെ ഇരുന്നോളൂ. നിൽക്കുന്നത് സാധാരണ പണ്ടത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബസ്സിൽ സീറ്റ് കണ്ടാലും ഇരിക്കൂല. കാരണം അത് ഇരിക്കേണ്ടത് അവകാശപ്പെട്ട ഫുൾ പൈസ കൊടുക്കുന്നവർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു നമ്മളിലുള്ള ഒരു പഠിപ്പിച്ച സാറന്മാരും വീട്ടിൽ നിന്ന് വല്ല പഠിപ്പിച്ച ഒരു രീതിയുണ്ട്. ഇപ്പോഴാണെങ്കിൽ സീനിയർ സിറ്റിസൺ സീറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചോദിച്ചാല് നമ്മളെ കണ്ണു വിളിച്ച് ഇങ്ങോട്ട് പേടിപ്പിക്കും കുട്ടികൾ. അതിൽ 2 വ്യത്യാസങ്ങളുണ്ട്, 2 തലമുറകള്. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴാണ് പിന്നെ സമാധാനമായത്. പിന്നെ ഒരു ദിവസം നാട്ടിലേക്കുള്ള യാത്രയാണ്. ആ യാത്രക്കിടയിലാണ് അതായത് ബസ്സിന്റെ ഷട്ടറെല്ലാം താഴ്ത്തിയത് കൊണ്ടാണ് നമ്മൾ സാധാരണ പണ്ട്
ഒരു മരമുണ്ട്. ആ മരം കഴിഞ്ഞാല് പിന്നെ ഒരു ബോർഡ് കാണും ഏതെങ്കിലും. ആ ബോർഡെല്ലാം നോക്കിക്കൊണ്ട് പോകുമ്പോ നമ്മൾ നാടെത്തുമ്പോ ഒരു സമാധാനം. പക്ഷെ ഷട്ടർ താത്തിയതുകൊണ്ട് മനസ്സിലാവുന്നില്ല എവിടെ എത്തി, മഴയും പെയ്യുന്നുണ്ട്. അപ്പോഴാണ് കുറെ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും സമയം നോക്കുമ്പോ കുറെ ദൂരെ എത്തി പോയോന്നുള്ളൊരു തോന്നലിലൂടെയാണ് കിളിയോട് ചോദിച്ചത്. അന്നേരം ബസ്സിൽ കിളിയാണ് പ്രധാനി. കിളി വിചാരിച്ചാലേ എല്ലാം നടക്കുള്ളൂ. അപ്പം പറഞ്ഞു, അയ്യോ ഇത് ബസ് വേറെ റൂട്ടിൽ പോകുന്ന ബസ്സാണ്, പേരമംഗലം അല്ല എന്നുള്ള രീതിയിൽ. അവിടെ എത്തിക്കഴിയുമ്പോഴും പേടിയാണ്. കാരണം രാത്രിയില് കള്ളുകുടിയന്മാര്, ഇങ്ങനെയുള്ള സംഭവങ്ങള്, അങ്ങനെ എത്തുമ്പോഴുള്ള പ്രശ്നങ്ങള്. അതിലേക്ക് വരുമ്പോ ഞാൻ ചെറിയൊരു സമയം എടുക്കുന്നുണ്ട്, സമയം ഇന്നുണ്ട് എന്നാ തോന്നുന്നു. അതിലേക്ക് വരുമ്പോ ഞാൻ വേറൊരു കാര്യം കൂടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ കുറെ കഥകൾ പറയുമ്പോൾ നമ്മൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഇൻസ്പെക്ഷന് പോവുകയാണ്, ഒരു നാട്ടിലേക്ക് പോവുകയാണ്. പോകുമ്പം ഒരു ഓട്ടോറിക്ഷയിൽ കയറി. ആ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ആ ഇൻസ്പെക്ഷൻ നടത്തേണ്ടത് എത്തുന്നതിന് പകരം അവർ പോവാറുണ്ട് ആ സ്ഥലത്തേക്ക്. വേറെ ഏതോ ഒരു റൂട്ടിലേക്ക് ആ ഓട്ടോറിക്ഷ പോവുകയാണ്. അപ്പൊ ഇവർക്ക് സംഗതി പിടികെട്ടി, ഇത് സംഭവം ശരിയല്ല എന്നുള്ളത് മനസ്സിലായി. അവരുടെ കയ്യിലാണെങ്കിൽ സ്വർണ്ണവളകളും മാലയും പിന്നെ മോതിരം ഒക്കെ ഉണ്ട്. കാരണം അന്നേരം അങ്ങനെയാണ്, സ്വർണ്ണമൊക്കെ ഇട്ടിട്ടാണ്, താലിമാലൊക്കെ ഇട്ടിട്ടാണ് യാത്ര ചെയ്യുക. അപ്പം ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു, ഇത് ഏതാ വഴി? ഇങ്ങനെയുള്ള വഴിയിലല്ലല്ലോ ഞാൻ അവിടെ പോവുക. അപ്പൊ അവൻ കുറച്ച് സ്പീഡിൽ ഓട്ടാൻ നോക്കുമ്പോ ഇവളിങ്ങനെ ഇവര് തുള്ളേണ്ട രീതിയിലായി. ഓട്ടോ ഒന്ന് തുള്ളേണ്ട രീതിയിലാകുമ്പോ അവൻ ഓട്ടോ നിർത്തിയിട്ടാകുമ്പോ അവിടെ കടയുണ്ടായിരുന്നു. ആ കടയിലേക്ക് കക്ഷി ഓടുകയാണ്. ഓടിയിട്ട് അപ്പൊ ഇവൻ പുറകെ പോവാണ്. പോയിട്ട്, അയ്യോ എന്നെ രക്ഷിക്കണം, ഞാനിങ്ങനെ ഒരു ഇന്ന ഓഫീസറാണ്, എനിക്ക് ഇൻസ്പെക്ഷന് പോകേണ്ടതാണ്, ഈ കക്ഷി എന്നെ വേറെ എവിടെ കൊണ്ടുപോകുന്നത്, എനിക്ക് അയ്യോ അത് പോണ്ട ദൂരം ഇവിടെ, സ്ഥലം ഇവിടെ അല്ലല്ലോ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ ഈ കഥാനായകൻ പുറത്ത് നേരെ ഇവരെ പുറകുന്ന് വന്നിട്ട് പറയാണ്, അയ്യോ യമാന്മാരെ രക്ഷിക്കണേ, ഇതെന്റെ ഭാര്യയാണ്, അസുഖാണ്, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം, തലക്ക് കുറച്ച് പ്രശ്നമാണ്, അപ്പൊ എങ്ങനെ ഡോക്ടറെ അടുത്ത് വരില്ല, എങ്ങനെയോ ഓട്ടോയിൽ പിടിച്ചു കയറ്റിയതാണ്, ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുള്ള രീതിയിലായി. പിന്നെ അവിടെ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോ ഭാഗ്യത്തിന് ഇവരുടെ കുഞ്ഞമ്മന്റെ മോനായിട്ടാണ് അവിടെ എസ് ഐ. നല്ലോണം കൊടുത്തു. പിന്നെ പണ്ട് പെരുമാറാ പോലീസുകാർക്ക്. അങ്ങനെ രക്ഷപ്പെട്ടതാണ്. അപ്പൊ മാമിന്റെ കഥയില് അങ്ങനെ ഒരു സന്ദർഭം വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ കള്ളുകുടിയന്മാരെ കണ്ടിട്ടും പേടിക്കുമ്പോഴും അവിടെ രക്ഷകനായിട്ട് എത്തിയത് കിളിയാണ്. കിളി പിന്നെ പോക്കറ്റിൽ തപ്പിയിട്ട് 20 രൂപ നോട്ട്, അതിന്റെ കുറച്ച് നാണയത്തൊട്ടുകള്, അതെല്ലാം എടുത്തിട്ട് നാണയത്തൊട്ടുകളെല്ലാം പോക്കറ്റിലിട്ടിട്ട് 20 രൂപ കൊടുത്തു. അന്നത്തെ 20 രൂപക്ക് നല്ല വിലയുണ്ട്. അതായത് തികയാതായി പോണ്ടെന്നുള്ള രീതിയിൽ. എന്നിട്ടും ഇങ്ങനെ പറയാണ്, അമല ബസ്സിൽ ഇതില് പോയിട്ട് പിന്നെ അവിടുന്ന് പേരമംഗലം പോകാന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞിട്ട് അവർ ആ റൂട്ടിൽ അങ്ങോട്ട് പോകുമ്പം ബാക്കിന്ന് പിന്നെ ഒരു എന്താ പറയണ്ടേ, ഇഷ്ടമുള്ള ഒരു ഒച്ച കേൾക്കുകയാണ്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പം ഞാനും ഉണ്ട് കൂടെ, പേടിക്കണ്ട എന്നുള്ള രീതിയിൽ. അവിടെ സഹായമായിട്ട് ഓടി വരാണ്. എനിക്ക് തോന്നുന്നു ആ കിളി ചിലപ്പം നല്ല സ്കൂളിൽ പോയിട്ട് എപ്പോഴും പ്രതിജ്ഞ ചൊല്ലുന്നുണ്ടാവും, ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ സഹോദരി സഹോദരന്മാരും ഇന്ത്യക്കാരാണെന്നുള്ള. അവിടെ ആ നല്ല മനസ്സാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ടും അവിടെ ഭയങ്കര കരച്ചിലാണ് പോയി കഴിഞ്ഞ ഉടനെ. പിന്നെയാണ് ഓർക്കുന്നത്, അയ്യോ ഒരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. ചില അവസരത്തിൽ അങ്ങനെ ആയിപ്പോവാറുണ്ട്, നമ്മുടെ ഒരു അവസ്ഥ അങ്ങനെ ആയിപ്പോവാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ജോലിക്ക് പോകുമ്പോഴാണ് കിളി മൂത്തിട്ട് ഡ്രൈവർ ആയിരിക്കുന്നു. അപ്പം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ പഴയ കാലം ഇങ്ങനെ ഓർമ്മ വന്നു. കാരണം വീണ്ടും പ്രീ ഡിഗ്രി കുട്ടിയായിട്ട് മാറി മനസ്സ്, അതെല്ലാം ഓർമ്മിച്ചെടുക്കാൻ തുടങ്ങി. എല്ലാറ്റിനും ഓരോരു മൂളല് മാത്രമേ ഉള്ളൂ, പിന്നെ അങ്ങോട്ടൊന്നും കാര്യമായിട്ട് പറയാനൊന്നുമില്ല, ആ മൂളലുകൾ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. കല്യാണം കഴിച്ചത് പിന്നെ ഇവളോട് ചോദിച്ചു പറഞ്ഞു, അവർ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ കുട്ടികളുടെ നല്ല രീതിയിൽ നല്ല മനസ്സായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, കാണാറുണ്ട്. പിന്നെ അതിലേറെ സന്തോഷം തോന്നിയത്, നമുക്ക് ഇഷ്ടമുള്ളവര് ചിലപ്പം നമ്മുടെ നല്ല കാര്യങ്ങള് പൊതുജനത്തിനും മറ്റുള്ളവർക്കും ബന്ധുക്കൾക്ക് അറിയാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിൽ ആ റാങ്ക് എന്താ പത്രത്തിൽ വന്നിട്ടാകുമ്പോ അത് ഷെയർ ചെയ്തു എന്നുള്ളതാണ്. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഇത് എന്റെ കുട്ടിയാണ് ഇത്. അപ്പൊ അവിടെ ആ സാഹോദര്യം വീണ്ടും വരികയാണ്. ഇത് എനിക്കറിയുന്ന കുട്ടിയാണെന്ന് പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളില് ഞാൻ സഹായിച്ച കുട്ടീന്നുണ്ടാവും, അത് പറഞ്ഞുകൂടല്ലോ, എനിക്കറിയുന്ന കുട്ടിയാണ്, നന്നായിട്ട് അറിയുന്നുള്ള രീതിയിൽ. എനിക്ക് തോന്നുന്നു ചിലപ്പം പെൺകുട്ടികൾ ബസ്സിൽ പോകുമ്പം വളരെ
എന്താ പറയണ്ട, ആരോടും അധികം പിന്നെ വാചകടിക്കാതൊക്കെ കാണുമ്പോ ഇയാൾക്ക് നല്ല ഇഷ്ടം തോന്നിക്കാണും. അങ്ങനെയുള്ള സ്വഭാവമുള്ളതുകൊണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോ ക്ലിക്കായത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം അവസാനം നല്ല രീതിയിൽ തന്നെ കഥ പര്യവസാനിച്ചു. ഏതായാലും മാമിന്റെ അവതരണം നല്ലത്. കഥ ചെറുതാണെങ്കിലും നമ്മളിങ്ങനെ ഞാൻ ഇന്നിപ്പോ കുറച്ച് തിരക്കുണ്ട്, എന്നിട്ടും ഓടി വന്നിട്ട് ഇതിന്റെ മുമ്പിൽ ഇരിക്കാൻ കാരണം മാമിന്റെ കഥയായതുകൊണ്ടാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ കഥയിലുണ്ട്. നമ്മളും ഫ്ലാഷ് ബാക്ക് പോലെ കുറെ ഇങ്ങനെ വന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു രമാവതി മാം. രമാവതി മാം എന്തായാലും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആസ്വാദനമാണ് ഈ കഥയെക്കുറിച്ച് ഇവിടെ നടത്തിയത്. എന്തായാലും താങ്ക് യു സോ മച്ച്. തിരക്കിനിടയിലും ജോയിൻ ചെയ്യാനും കഥ കേൾക്കാനും ഒക്കെ താല്പര്യം കാണിച്ചതിന് മാമിന് പ്രത്യേകം നന്ദി പറയുന്നു. മോഹൻദാസ് സാർ റെഡിയാണെന്ന് വിചാരിക്കുന്നു. സാർ റെഡിയാണോ? കേൾക്കാമോ? കേൾക്കാം സാർ. ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണ് സാർ. ചെറുകഥയാണ്. വളരെ നന്നായിട്ടുള്ളൊരു അനുഭവം നല്ല രീതിക്ക് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് അത് അനുഭവിക്കുന്നത് രീതിക്കുള്ള ഒരു യാത്രാ അനുഭവമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഊടുവഴിയിലും മറ്റൊക്കെ നമ്മളും യാത്ര ചെയ്തിട്ടുണ്ട്. ചെയ്യുന്ന ആ അനുഭവം തന്നെ വീണ്ടും ഇത് വരുമ്പം ഈ കടം വീട്ടാൻ പറ്റാത്ത കടം എന്നുള്ള രീതിക്ക് തമിഴിലൊരു സാഹിത്യകാരുണ്ട്, ജയമോഹൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളി മലയാളിയും കൂടിയാണ്. പുള്ളിയുടെ ഒരു കടമുണ്ട്, ചോറ്റുകടൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇയാൾ കോളേജിൽ പഠിച്ചിട്ടിരിക്കുന്ന സമയത്ത് ചാലയിലൊരു മുസ്ലിമിന്റെ ഒരു ഹോട്ടലുണ്ട്. അപ്പൊ ഇങ്ങർക്ക് വിശപ്പ് അവിടെ എന്ന് വെച്ചാൽ ആഹാരം കഴിച്ചിട്ട് കയ്യിൽ അങ്ങനെ കാശ് മേടിക്കാറില്ല. അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ ഇടുക. എത്ര ആയാലും വയറ് നിറച്ച് എന്ത് വേണേലും കഴിക്കുക, അതിൽ ഇടുക എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങർക്ക് പിന്നെ കയ്യിൽ കാശില്ലാതെ പല തവണയും ചെന്ന് വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്. അത് അങ്ങർക്കും അറിയാം. അങ്ങനെ ഒരു മുസ്ലിമാണ്. പുള്ളി പറയും വരുന്നിങ്ങനെ കുറെ പേരുണ്ടാവും, എന്നാലും അയാളെ ഒന്നും മുഖം കുളിക്കാതെ തന്നെ ആഹാരം വിളമ്പി കൊടുക്കുക, എന്ത് വേണോ കഴിച്ചോടാന്ന് പറയും. അവസാനം ഇങ്ങനത്തെ ഇവൻ പഠിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിയുമ്പോൾ അവൻ്റെ ആദ്യത്തെ ശമ്പളം കിട്ടുന്നതിൽ അതേപടി കൊണ്ടുവന്ന് മൊത്തം എന്താ പറഞ്ഞാൽ അവിടെ വെച്ചിരിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അതിലങ്ങ് ഇടും. ഇപ്പോഴാണ് പറയുന്നത്, അന്നത്തെ ആ ചോറ് കഴിച്ചതിൻ്റെ ഒരു കടം കുറച്ചെങ്കിലും വീട്ടാൻ സാധിച്ചു എന്നുള്ള ഒരു ഇതിൽ അയാൾ അങ്ങനെ അത് അദ്ദേഹം കാണുന്നുമുണ്ട്. കട ഉടമസ്ഥനും കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചോറ്റുകടൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു കഥ വായിച്ചതിൻ്റെ ഒരു ഓർമ്മ ഇപ്പോഴും വരും. കാരണം പലർക്കും പല ഈ പറഞ്ഞ വീട്ടാൻ പറ്റാത്ത കടങ്ങൾ പലതും ഉണ്ടാവും. അതുപോലെ ഒന്ന് തന്നെയാണ് അത്. അതായത് ഭൂമിയിൽ നല്ല മനുഷ്യരുമുണ്ട്, അവരെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താ ദൈവദൂതനായിട്ട് ആരെങ്കിലൊക്കെ വന്ന് നല്ല മനസ്സുള്ളവർ ഉണ്ടാവും എന്നുള്ളൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടൊക്കെ ഇന്നും പ്രൊഡ്യൂസായി ഇത് കേട്ടിട്ട് അതിൽ നിന്ന് ചേർന്ന് വിചാരിച്ചത് തിരക്കുണ്ടായിട്ടും ഇതിനോട് നല്ല കഥയാണ്. ഇനിയും ഇവർ അവതരിപ്പിക്കാൻ സാഹചര്യം ഉണ്ടാകട്ടെ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഹസീന, അഭിനന്ദനങ്ങളുടെ പ്രവാഹം ഏറ്റുവാങ്ങാൻ ഇനിയും ഹസീനയുടെ ജീവിതം ബാക്കി. റോയ് സാറേ, പഴയ ഓർമ്മകൾ. ഈ ആഗ്രഹങ്ങൾ ആണ് ഏറ്റവും സുഖം. അത് ലഭിക്കുമ്പോൾ കിട്ടുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു എക്സാമ്പിളാണ് ഹസീന മാഡത്തിന്റെ പ്രസന്റേഷൻ തുടക്കത്തിൽ തന്നെ. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം അതൊരു നല്ല ആഗ്രഹമായിരുന്നു. പക്ഷെ അത് യാത്ര ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതുവെ മനുഷ്യ ജീവിതത്തിലെ ആഗ്രഹങ്ങളുടെ ഒരു സുഖം അനുഭവിക്കുമ്പോൾ അത് കൈ കിട്ടിക്കഴിയുമ്പോൾ വരും എന്ന് മനസ്സിലാക്കാൻ പറ്റി. ഒന്നത്. രണ്ട്, ബസ്സിലെ കിളിയെക്കുറിച്ച് വളരെ മോശമായ ഒരു അഭിപ്രായമാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. പക്ഷേ ആ ബസ്സിലെ കിളി ഒരു സീറ്റ് കാണിച്ചു തന്നപ്പോൾ ആ ഒരു അഭിപ്രായത്തിന് ഒത്തിരി വ്യത്യാസങ്ങൾ വന്നുപോയി. അതങ്ങനെയല്ല, ഇങ്ങനെയും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. രണ്ട്, ഈ ബസ് കയറിപ്പോയപ്പോൾ ബസ് മാറിപ്പോയതും ആ ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലായി. പക്ഷെ അന്ന് ഇതുപോലെ പീഡന കേസുകൾ പത്രങ്ങളിലും ഒക്കെ വരുന്നില്ല എന്ന് പറഞ്ഞത് വളരെ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ പേടി കൂടും. കാരണം ഈ പീഡന കേസുകളുടെ ആണ് നമ്മൾ കേൾക്കുന്നതല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീ ഇതുപോലെ തനിച്ച് രാത്രിയിൽ ഒന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് കിട്ടിയ പേടി, അന്ന് കിട്ടിയ ഇത് ഇന്ന് ഉണ്ടാവില്ല എന്ന് ഭയങ്കര പേടി. അപ്പൊ അതിനകത്ത് ഒരു കാര്യം ഈ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കി, ഈ മീഡിയയിലൂടെയുള്ള ചില പ്രചരണങ്ങളും മറ്റതും എല്ലാമാണ് മനുഷ്യനെ കൂടുതൽ
പേടി ഉണ്ടാക്കി തരുന്നത്. ആ ഇരുട്ടിൽ ഒറ്റയ്ക്ക് പോകാനും ഒക്കെ ഉള്ള പേടിയുടെ കാരണങ്ങൾ ഈ മീഡിയയിലൂടെ വരുന്ന ന്യൂസാണ്. അത് വളരെ ഭംഗിയായി എനിക്ക് ഓർക്കാൻ പറ്റി. പിന്നെ അയാളുടെ വാക്കുകൾ ഏതാ, മറ്റുള്ളവനെ കുറിച്ച് ഒരഭിപ്രായം പറഞ്ഞപ്പോൾ കിട്ടിയ ഒരു സുഖം, ഈ കുട്ടിയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞപ്പോഴത്തെ കൂട്ടം, അത് കിട്ടണമെങ്കിൽ അതുപോലെ നമ്മൾ ബിഹേവ് ചെയ്താൽ അത് കിട്ടത്തുള്ളൂ. ഏതായാലും അങ്ങനെ ഭംഗിയായി പെരുമാറിയാൽ അതിൻ്റെ ഫലം കിട്ടുമെന്ന് ഈ കഥയിലൂടെയും മനസ്സിലാക്കി. ഇതിലൊക്കെ പ്രധാനപ്പെട്ടതായി ഞാനൊന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ചില കടങ്ങൾ വീട്ടാതെ കിടന്നാലുള്ള ഒരു സുഖം. കാരണം അത് ആ 20 രൂപ നോട്ട് ഒരു കടമായിട്ടാണ് കിടന്നതെങ്കിലും അത് കൊടുക്കണമെന്ന ആഗ്രഹം നമ്മളിലുണ്ടെങ്കിലും അത് കൊടുത്താൽ തീർന്നു, ആ സുഖം അങ്ങ് പോയി എന്ന് തോന്നുന്ന ഒരു ഭാഗം അതിനകത്ത്. ഏതായാലും ഹസീന മാഡത്തിൻ്റെ ഈ പഴയ പിറന്നാൾ ഞാൻ ഓർക്കുന്നു, അതിലും കടത്തി വെട്ടി ഇത്തവണത്തെ പ്രസൻറ്റേഷൻസ്. ബസ്സിലൊക്കെ യാത്ര ചെയ്താൽ, ഞാൻ ചെറുപ്പത്തിൽ 6 കിലോമീറ്ററോളം ഒക്കെ നടന്നു പോയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 10 പൈസ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് ബസ്സിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ബസ്സിലൂടെ പോകുമ്പോൾ ആ കറക്റ്റ് സമയത്ത് ബസ്സിൻ്റെ അവിടെ പോയി നിൽക്കണം, പിന്നെ ഇറങ്ങിപ്പോണം. ഇത് കൂട്ടുകാരൊക്കെ ആയിട്ട് രോഗ്യങ്ങളും വർത്തമാനവും ഒക്കെ പറഞ്ഞ് പോകുമ്പോഴുള്ള ഒരു സുഖമായിരുന്നു ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തത്. അത് തന്നെയല്ല, ഏതെങ്കിലും സമയത്ത് വന്ന് അവർ കാത്തു വയ്ക്കും, അങ്ങനെ ഒന്നിച്ചങ്ങ് നടന്നു പോവാം. മറ്റത് അങ്ങനെയല്ല, നമ്മൾ ആ ഒരു കാര്യത്തിൽ കുറേ കൂടെ ആ ബസ് സമയം തെറ്റിയാൽ പോവും. ഒന്നത്, രണ്ട്, അവിടെ ചെല്ലുമ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടിയാല, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് പിന്നെ സീറ്റ് കിട്ടിയാലും ഇരിക്കാൻ സമ്മതിക്കുകയില്ല, ബസ്സിൽ കുട്ടികൾക്ക് ഇരിക്കാനൊക്കത്തില്ല. പിന്നെ കൺസെഷൻ ഐഡൻറ്റി കാർഡ് വേണം, അല്ലെങ്കിൽ തരികയില്ല. ഇതൊക്കെ സൂക്ഷിക്കുക, ഇതൊക്കെ മേടിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഇതാണ്. ഏതായാലും കൂട്ടുകാരുമൊത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സുഖവും വേറെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ 10 പൈസയുടെ ബസ്സിൽ പോകാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിലും വഴക്ക് പറയും, നീ എന്തി ബസ്സിൽ പോകാതെ നീ ചോദിക്കുമ്പോൾ, അത് കുഴപ്പമില്ല, ഞാൻ സമയത്ത് ഇല്ലെന്ന്, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു ഭാഗം ഒരു എൻജോയ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹസീന മാഡത്തിൻ്റെ ഈ ബസ് യാത്ര എന്ന് പറയുന്നത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ കുട്ടികൾ യാത്ര ചെയ്യുന്നതും നിന്ന് പിടിച്ചു പോകുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒരു പരിഗണനയും കുട്ടികൾക്ക് തരുന്നില്ല. അതുപോലെ തന്നെ കൺസെഷൻ തരാൻ വേണ്ടിയിട്ട് ഉള്ള ടിക്കറ്റ് റേറ്റ് കുറച്ച് കാശ് തരാനുള്ള ആ ഇതും ഒക്കെ ഉണ്ടല്ലോ, വലിയ ടെൻഷനാണ്. അത് കണ്ടിട്ടുണ്ട് പിള്ളേർക്ക് വരുന്ന കേസ്. ഇതിലൊക്കെ ഭയങ്കരം സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും ഈ ബസ് യാത്രയിലൂടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കി. അതിൽ പ്രധാനമായിട്ട് കണ്ടതൊന്ന്, എനിക്ക് ഏറ്റവും ഇത് പറ്റിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ന്യൂസ് മീഡിയയിലൂടെ വരുന്ന പീഡന കേസുകൾ പ്രത്യേകിച്ചും സ്ത്രീകളെയൊക്കെ ഒത്തിരി, സ്ത്രീകളെയും പേരൻസിനെയും ഒക്കെ ഒത്തിരി പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് നേരത്തെ അതില്ലായിരുന്നത് കൊണ്ട് അതില്ലായിരുന്നു. ഓക്കെ, ഏതായാലും ഒരിക്കൽ കൂടി പ്രസൻറ്റേഷൻ, കഥയുടെ പ്രസൻറ്റേഷൻ, ഏത് കഥ പ്രസൻറ്റ് ചെയ്താലും അത് എൻജോയബിൾ ആക്കാൻ പറ്റുന്ന ഒരു ആളാണ് ഹസീന മാഡം എന്ന് തെളിയിച്ചു. കാരണം കഴിഞ്ഞ കഥയേക്കാൾ എനിക്ക് കൂടുതൽ എൻജോയബിൾ ആയിട്ട് തോന്നി ഇന്നത്തെ പ്രസൻറ്റേഷൻ. അന്ന് ഒരു പെട്ടെന്നല്ലേ, അപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ കൂടുതൽ തോന്നാതെ വരുന്നത്. പക്ഷെ പ്രതീക്ഷിച്ചിരുന്ന കഥ കുറേയും കൂടെ ഭംഗിയായിട്ടാണ്, കഴിഞ്ഞ കഥയേക്കാളും കൂടുതൽ ഭംഗിയായിട്ട്. താങ്ക് യു മാഡം, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു റോയ് സർ. ഹസീനയുടെ ഈ കഥ അവതരണം ഒട്ടേറെ പേരുടെ ഈ പറഞ്ഞ പോലെ ഓർമ്മയുടെ സ്നേഹതീരങ്ങളിലേക്ക് നമ്മൾ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് റോയ് സാറിന്റെ വാക്കുകളിലൂടെ നമുക്ക് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ എന്തോ ബാക്കി വെച്ചിട്ടാണ്, എന്തോ പറയാൻ ബാക്കി വെച്ചിട്ടാണ് ഉലഹന്നൻ സാർ ഇവിടുന്ന് പോയത്. ഉലഹന്നൻ സാറിനെ ഒന്നുകൂടി വിളിക്കാം. സാറ് ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് ആ പെൺകുട്ടിയുടെ തിരക്കിലുള്ള ഓട്ടോയിൽ കയറിയ യാത്ര നമുക്ക് മുൻപിൽ തുറന്നു വയ്ക്കുകയാണ്. ആവശ്യം കഴിയുന്നു, വീട്ടിലെത്തിയപ്പോൾ സംരക്ഷണത്തിന്റെ പൂർണ്ണ വലയത്തിലേക്ക് ആ കൂട്ടി ഓടി കയറിപ്പോവുകയാണ്. പിന്നീടാണ് തോന്നിയത്, ഈശ്വര, എന്നെ സഹായിച്ച ആ മനുഷ്യനോടൊരു നന്ദി വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന്.
അവിടെ സ്നേഹത്തിന്റെ ഒരു ഉറവ് ആ കുട്ടിയിലുണ്ട്, കൊണ്ടാക്കി തന്ന മനുഷ്യനിലും. പിന്നീട് നമ്മൾ കേട്ട കഥകളൊക്കെ പിന്നെ വീണ്ടും വീണ്ടും ആ കുട്ടിയുടെ മനസ്സിലൊരു കടം വീട്ടാനുണ്ട് എന്നുള്ള ചിന്തയിൽ ഉണ്ടായി. വിവാഹത്തിന് ശേഷം ജോലിക്ക് പോകുമ്പോഴൊക്കെ അന്നത്തെ ആ അജ്ഞാതനെ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. 20 രൂപ എടുത്ത് ആ മനുഷ്യന് കൊടുക്കാൻ കഴിയുന്ന ആ സമയത്ത് വേണ്ട, റോയ് സാറ് പറഞ്ഞ പോലെ ആ ബന്ധം മറ്റുപോകുമെന്ന് ആ കുട്ടി മനസ്സിലാക്കി എന്നുള്ളതാണ്. അത് തൻ്റെ പേഴ്സിൽ തന്നെ ഇരിക്കട്ടെ, 20 രൂപ അതിൻ്റെ വിലയല്ല, ഒരു ബന്ധത്തിൻ്റെ തുടർച്ചയാണ് എന്നുകൂടി നമുക്കിതിൽ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില കടങ്ങൾ വീട്ടാതിരിക്കുന്നത് ഒരു മനസ്സിൻ്റെ സുഖമാണ്, സ്നേഹത്തിൻ്റെ സംവേദനമാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഹസീന മാമിന് 1000 നന്ദി വാക്കുകൾ. പുത്തൻ കഥകളുമായി വരൂ, ഞങ്ങൾ ഇവിടെ ഉണ്ട് കേൾക്കാൻ. താങ്ക് യു. നമസ്കാരം. ഉലകന്നാൻ സാറ് പറഞ്ഞത് 10 പൈസയുടെ കടമെന്ന് പറയുന്നത് അവരെ പറ്റിച്ചുണ്ടാക്കി, കണ്ടക്ടറെ പറ്റിച്ച് കടക്കാരനായതാണ് അങ്ങനെയുള്ള എത്തിയത്. ഇത് അങ്ങനെയല്ല. ഇപ്പോഴും ആത്മാർത്ഥതയുള്ള മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ആളുകൾ ഏത് വിഭാഗത്തിലും ഉണ്ടെന്നുള്ളത് തെളിവാണിത്. സാധാരണ കിളികള് മോശം സ്വഭാവമാണെന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ അതിലെ നല്ലവർ, പക്ഷെ ആ പ്രീതിക്കാർ വീട്ടിൽ എത്തുന്നത് എനിക്കുള്ളിൽ പേടിയായിരുന്നു. കാരണം ഇദ്ദേഹം വേറെ രീതിയിൽ മുതലെടുക്കുമോ എന്നുള്ളത്. പക്ഷെ ആത്മാർത്ഥമായിട്ട് ചെയ്ത് കൊണ്ടുവന്നാക്കി, പൈസ കൊടുക്കുക മാത്രമല്ല വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്ത് രാത്രി വെപ്രാളം പിടിച്ച് ഉള്ള ആ പോക്കില് വണ്ടി മാറി കയറി അവസരം മുതലാക്കി മറ്റുള്ളവർ ചെയ്യാതെ അത് അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് ഏറ്റവും നല്ല കാര്യമായി. കടം വീട്ടുകാരുടെ അതോടുകൂടി ആ ബന്ധം അതോടുകൂടി തീരും. ആ ബന്ധം നിലനിൽക്കണമെങ്കിൽ എന്നും നിലനിൽക്കാൻ ആ കടം അങ്ങനെ തന്നെ കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നല്ല അവതരണമായിരുന്നു, നല്ല ശൈലിയായിരുന്നു, ഹൃദയസ്പർശിയായിരുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. വിലയേറിയ ഫീഡ്ബാക്കിന് ഒരുപാട് നന്ദി. സാറ് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. സാറിന് ആ പേടിയായിരുന്നെങ്കിൽ എനിക്ക് വേറെ പേടിയായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ അവിടെ വന്ന് ഇറങ്ങുന്ന ആ കൊച്ചിനെ കാണുമ്പോൾ വീട്ടുകാരും ബന്ധുക്കളും എന്ത് പറയും, അതിനെ അടിക്കുമെന്നൊക്കെ ആയിരുന്നു എന്റെ പേടി. അങ്ങനെ നാട്ടിൽ നടന്ന സംഭവങ്ങളുണ്ട്. അപ്പോ എന്തായാലും സാറിന് അഭിപ്രായം പറഞ്ഞതിൽ ഒരുപാട് നന്ദി. ഇനി വിൻസെന്റ് സാർ, സുധോൻ ഡോക്ടർ ഉണ്ടല്ലോ, വിൻസെന്റ് സാർ അടുത്ത് പറയണേ. ഇല്ല മേഡം, ഒന്നും പറയുന്നില്ല. ഒന്നും പറയാനില്ലേ? സാറിന് അനുഭവങ്ങളില്ലേ? അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക, ഗസ്റ്റ് ഉണ്ട് വീട്ടില്. ശരി. ഓക്കെ സാർ. ശ്രീകുമാരി മാം. അനുഭവത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ എനിക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാനും കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ എനിക്ക് നേരെ മറിച്ചാണ് തോന്നിയിരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഇത്തിരി ദൂരമുണ്ട്. അപ്പോൾ ഞാൻ എന്നും ആലോചിച്ചു, ബസ് ഉണ്ടായിരുന്നെങ്കിലോ 10 പൈസ കൊടുത്താൽ മതിയായിരുന്നു. അന്ന് ടിക്കറ്റിന് 10 പൈസയാണ്. 10 പൈസ കൊടുത്ത് അവിടെ ഇറങ്ങാമായിരുന്നു. ആ തോടും അങ്ങനെ ഇടുങ്ങിയ വഴികളും എല്ലാം കടന്നാണ് പോകേണ്ടത്. പിന്നെ കോളേജിൽ പോകുമ്പോൾ ബസ്സിൽ പോകാതിരിക്കാൻ വയ്യ, ഇത്തിരി ദൂരെയാണ്. അവിടെ 20 പൈസയും 30 പൈസയും ബസ്സുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാനിന്ന് ആലോചിക്കുന്നത്. ആ 20 പൈസ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കാറുണ്ട്. 30 പൈസ എന്ന് വെച്ചാൽ അന്നൊരു വലിയ എമൗണ്ട് ആയിട്ടാണ് തോന്നുന്നത്. ചിലപ്പോൾ താമസിച്ചു പോയാലോ 25 പൈസ ഫൈൻ അടങ്ങും, കുറച്ച് സമയം താമസിച്ചു പോയാൽ. ഇങ്ങനെയുള്ള ജീവിതത്തിലുള്ള അനുഭവങ്ങളെല്ലാം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. അതെല്ലാം വളരെ മനോഹരമായ കഥ. എന്നാലും ആ ഒരു കണ്ടക്ടർ അല്ലല്ലോ, അയാളുടെ ആ മനസ്സാക്ഷി, നല്ലൊരു മനുഷ്യൻ. ഇന്നത്തെ കാലത്തും അങ്ങനെ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കും കോളേജിലെ പിന്നെ ലാബിലൊക്കെ പ്രാക്ടിക്കൽ കഴിഞ്ഞ് 8 മണിയൊക്കെ ആകാറുണ്ട്. എൻ്റെ ഒരു കസിൻ ബ്രദറാണ് എന്നെ വിളിക്കാൻ വരാറുള്ളത്, കൊച്ചു പയ്യനാണ്. എന്നും പ്രാക്ടിക്കൽ കഴിയുമ്പോൾ ബസ് പോവും, അവിടുന്ന് വരുമ്പോൾ താമസിക്കും. ആ വയലിലൂടെ നടന്നു വരുമ്പോൾ പേടിയായിരിക്കും. അപ്പോൾ എന്നും എന്നെ വിളിക്കാനായിട്ട് അവിടെ വന്ന് കാത്തിരിക്കും. എല്ലാ ഓർമ്മകളെല്ലാം കുട്ടിക്കാലത്തെ ഓർമ്മകൾ അങ്ങനെ ഓരോന്നായി ഒരു കഥയിലൂടെ വരികയാണ്. ഒരു കഥ എഴുതാനുള്ള ഓർമ്മകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാം നല്ല വളരെ മനോഹരമായ അവതരണം. കഥകളൊക്കെ ഉണ്ടാകട്ടെ. നമ്മളെ കുട്ടിക്കാലം ഓർമ്മിക്കാനും ആ മധുര സ്മരണകൾ അയവിറക്കാനും ഉള്ള ഒരു അവസരം
ഹസീന ടീച്ചർ ഉണ്ടാക്കി തന്നു. വളരെ നന്ദി. നമസ്കാരം. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്. ജോഷി സാറിനും ഒരുപാട് അനുഭവങ്ങൾ ഇതിനോട് നമുക്ക് പങ്കുവയ്ക്കാനുണ്ടാവും. സാറിന്റെ ഓർമ്മകൾ എവിടെ പോയി? ബാല്യകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയോ ഈ കഥകൾ കേട്ടപ്പോ? ജോഷി സാർ. ഞാനേ ആ, ഉള്ള സത്യം പറയട്ടെ, ആ, ഞാൻ കഥ കേട്ടില്ല. ഞാൻ ഈ ആ, വിലയിരുത്തലുകൾ മാത്രമാണ് ആ, കേട്ടത്. കേട്ടപ്പോ എനിക്ക് കഥയുടെ ഇതിവൃത്തമൊക്കെ പിടികിട്ടി. പക്ഷെ അത് വെച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നത് അത്ര പന്തിയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഇതിൻ്റെ അകത്ത് പറഞ്ഞ വിലയിരുത്തലുകൾ കേട്ടത് ആരെഴുതിയ കഥയാ? ഹസീന, ഇത് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ ഒരു പ്രൊഫസർ എഴുതിയ കഥയാണ്. ആ, അദ്ദേഹത്തിന്റെ പേരെന്നാ? ഇതിന്റെ ജീവിതകഥ തന്നെയാണ്. ഹസീന ഒന്ന് ജോയിൻ ചെയ്യോ? കുന്നോളം ഉണ്ടല്ലോ ഭൂതകാലങ്ങളിൽ. എന്നാണ് കഥാകാരിയുടെ പേര്. കേരളവർമ്മ പേര് കോളേജിലെ പ്രൊഫസറാണ്, മലയാളം അധ്യാപികയാണ്. ഒന്നുകൂടെ പേരെങ്ങനെ? പറയാമോ? ദീപ നിശാന്ത്. കുന്നോളം ഉണ്ടല്ലോ ഭൂതകാലങ്ങളിൽ എന്നാണ് കഥയുടെ പേര്, ഓക്കെ, ബുക്കിന്റെ പേര്. നിശാന്ത്. എന്നെ നിശാന്ത? ദീപ ദീപ ദീപ. ഓക്കെ ഓക്കെ. ദീപ നിശാന്ത്, ഇത് കേരളവർമ്മ കോളേജിലെ മലയാള ദീപ വിഭാഗം നിശാന്ത്. പ്രൊഫസറാണ്. ഇത് നെറ്റിലുണ്ടോ ഇത്? നാളെ റെക്കോർഡിംഗ് കേൾക്കാൻ ദീപ നിശാന്ത്, കുന്നോളോ ഭൂതകാലങ്ങളിൽ, അതാണ് ആ ബുക്കിന്റെ പേര്. പിടികിട്ടി, അത് പിടികിട്ടി. ഞാൻ പ്രൊഫസറാണ്. ഏതാ ഇത്? നമുക്ക് ഓൺലൈൻ വഴി ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്ന ഒരു പുസ്തകമാണ്. ഓക്കെ. ഓൺലൈൻ വഴി ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്ന ഒരു പുസ്തകമാണ് ദീപ നിശാന്തിന്റെ ഈ ബുക്ക്. ആ ബുക്കിലെ അപ്പൊ ഒരു അസീനമാവിനെ ചെറിയൊരു കഥയാണത്. അസീനമാവിനെ ഞാനും അങ്ങേറ്റം അഭിനന്ദിക്കുക. എനിക്ക് കേൾക്കാൻ പറ്റാഞ്ഞതിലുള്ള ചെറിയൊരു വിഷമമുണ്ട്. എങ്കിലും ഞാൻ ആ കേട്ടതിന്റെ വെളിച്ചത്തിലെ നന്മകൾ മനുഷ്യന് ആരിൽ നിന്നും ഈയിടെ ഞാൻ കേട്ട ഒരു കോട്ടാണ്, പൂർണ്ണ നന്മയുള്ളവരായി ആരുമില്ല, പൂർണ്ണ തിന്മയുള്ളവരായും ആരുമില്ല. എന്നാൽ നമുക്കൊക്കെ ഒരു ചില പ്രിജുഡീസ് ഉണ്ട്, ചില കാറ്റഗറിയിൽപ്പെട്ടവർ. അതിൻ്റെ അകത്ത് പലതുണ്ട്. പലര് ഓരോരുത്തരുടെ ഡയമെൻഷൻ അനുസരിച്ച്, ചിലർക്ക് ജാതിയാണ് ഒരു പ്രശ്നം, ചിലർക്ക് ചില തൊഴിലാണ് പ്രശ്നം. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ചില ആളുകൾ പറയും അവരൊന്നും കൊള്ളില്ല. പക്ഷെ അതൊക്കെ വളരെ തെറ്റായിട്ടുള്ള വിലയിരുത്തലാണെന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന കഥയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. മറ്റൊന്ന്, ഈ ചില അത്യാഹിത ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ റോഡിൽ വെച്ച് നമുക്കൊരു ചെറിയ അപകടം പറ്റുന്നു, ഒരു വണ്ടി മറിയുന്നു, സ്കൂട്ടർ മറിയുന്നല്ലേ, സൈക്കിൾ മറിയുന്നു, അല്ലെ നമ്മൾ ചുമ്മാ അങ്ങ് ഒന്ന് വീഴുന്നു, ഒരാൾ നമ്മളെ പൊക്കിയെടുത്ത് നമ്മളെ അവിടെ സഹായിക്കുമ്പോൾ നമ്മളവിടെ നന്ദിയൊന്നും പറയാൻ ഓർക്കത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ സ്ഥലം കാര്യമൊക്കെ പിന്നീടാ ഓർക്കുന്നത്, ഈടാ ഒരു നന്ദി പറയേണ്ടതായിരുന്നു. അതൊരു സ്വാഭാവിക പ്രത്യേകതയാണ്. അതുകൂടെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കഥയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ കുട്ടി നന്മ ചെയ്ത ആളിന് വന്നിട്ട് അദ്ദേഹത്തോട് ഒരു വാക്ക് പോലും പറയാതെ ഓടി വീടിന്റെ ഉള്ളിലേക്ക് കയറിയത്. ഈ ഔപചാരികതയൊക്കെ നമുക്ക് കടന്നു വരുന്നത് വളരെ വളരെ വെൽ സെക്യൂർ ആയിരിക്കുമ്പോൾ, മൈൻഡൊക്കെ വളരെ ഭദ്രമായിരിക്കുമ്പോൾ ഒക്കെ മാത്രമാണ്. അല്ലാത്ത അവസരങ്ങളിൽ നമുക്ക് ഇതിനൊന്നും ചിലപ്പോൾ തോന്നുകയില്ല. അതുകൊണ്ട് പോയതിനെ ഓർത്ത്, കഴിഞ്ഞ സംഭവത്തെ ഓർത്ത് ആരും ദുഃഖിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. അപ്പോൾ നമുക്ക് സാഹചര്യം അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റിയുള്ളൂ. അതുപോലെ തന്നെ ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, ഇതിന്റെ പേരിൽ മാത്രമല്ല, നമ്മളെ ന്യായീകരിക്കാൻ ആരുടെ അടുത്തും മെനക്കെടേണ്ടതില്ല. അവരോട് പറഞ്ഞോ വാദിച്ചോ പിന്നെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഒരു കാര്യത്തിനും നടത്താതിരിക്കുന്നതാണ് നല്ലതെന്നും
പലരുടെയും ഈ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ വീണ്ടും ഒരിക്കൽ കൂടി വളരെ താത്വികമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു ഒരു കഥ കൂടിയാണ് ഈ ദീപ നിശാന്ത് കുന്നോളം കൊണ്ട് ഭൂതകാലം എന്ന് പറയുന്ന കഥയിലൂടെ പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. നാളേക്ക് ഇതിൻ്റെ യൂട്യൂബ് വരുമ്പോൾ ഞാൻ കേട്ടുകൊള്ളാം. ഇല്ലെങ്കിൽ ഞാൻ നെറ്റിൽ ഇത് നോക്കിയിട്ട് വായിക്കുകയും ചെയ്തോളാം. ഒരിക്കൽ കൂടി ഹസീന മാമിന് എല്ലാവിധ മംഗളങ്ങളും. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എന്തായാലും സാറ് യൂട്യൂബിൽ റെക്കോർഡിംഗ് വരുമ്പോൾ കേൾക്കുക. ഏറ്റവും മനോഹരമായിട്ടാണ് ഹസീന ഈ കഥ ഇവിടെ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സാറിന് കിട്ടേണ്ടതാണ്. തീർച്ചയായിട്ടും സാർ ഇത്രയും കേൾക്കാഞ്ഞിട്ട് പോലും സാർ ആ പ്രെജുഡ്യൂസ് എന്ന് പറഞ്ഞത് വളരെ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വിലയിരുത്തൽ ഫീഡ്ബാക്ക് കേട്ടിട്ടാണെങ്കിൽ സാർ ഇത്രയധികം വിലയേറിയ ഒരു അഭിപ്രായം പറഞ്ഞതിനും ഒരുപാട് നന്ദി പറയുന്നു. ഇനി ജോർജ് സാറുണ്ട്, മാത്യു തോമസ് സാർ, മാത്യു സാർ, ജ്യോതി ആരാ എല്ലാവരും, ഇനി ആരാ പറയുന്നത്? ജോർജ് സാർ ഓക്കെ ആണോ? പിന്നെ കാത്തിരിക്കുകയല്ലേ, ഓക്കെ തിരക്കില്ലാതെ. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. ഹസീന മാം, കൺഗ്രാജുലേഷൻ. പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ആഴ്ച ഒന്ന് ചൊവ്വാഴ്ച കഥ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നല്ലോ വീണ്ടും വരുമെന്നും വീണ്ടും കഥ കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും. വന്നു, വാക്ക് പാലിച്ചതിൽ, നന്നായി അവതരിപ്പിച്ചതിൽ, ഇന്നത്തേത് കുറച്ചുകൂടെ ചന്തത്തിൽ അവതരിപ്പിച്ചെന്ന് തോന്നുന്നു. അല്ലെ, ശ്രുതി മധുരമായിരുന്നു. ആ അവതരണത്തിന് അത് ഉണ്ടല്ലോ, എല്ലാവരും പുകഴ്ത്തിയത് അത് തന്നെ പറഞ്ഞു. എന്തായാലും നന്നായി. ഞാൻ ആ കഥയിലും കഥാപാത്രങ്ങളിലും പോകുന്നില്ല, എങ്കിലും ഒത്തിരി ഓർമ്മകൾ നമ്മുടെയും മനസ്സിൽ വന്നു. ഞാൻ കോളേജിലൊന്നും പോയില്ല. കോളേജിൽ പോകാനായിട്ട് കോളേജിൽ കൊടുക്കാൻ ഫീസ് കൊടുക്കാൻ കാശില്ലായിരുന്നു. പേരൻസിന് അതില്ല, അതുകൊണ്ട് അതിനൊന്നും പോകേണ്ടി വന്നില്ല. പക്ഷെ ദൈവം നല്ല നല്ല വഴികളിലേക്ക് വിട്ടു. കുറച്ച് അലഞ്ഞു തിരിഞ്ഞിട്ടാണേലും നല്ല ലക്ഷ്യത്തിലൊക്കെ എത്തി. പിന്നെ ഈ അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ പുച്ഛിച്ച് തള്ളുന്ന കൂട്ടത്തിൽ ഇത് കുപ്പക്കുഴിയിലും മാണിക്കും അങ്ങനെയുള്ള മനുഷ്യർ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എല്ലാം അങ്ങനെയാണെന്നിട്ട് കരുതാനും പറ്റില്ല. കുപ്പ എന്ന് പറയുമ്പോൾ തന്നെ വേസ്റ്റ് ആണല്ലോ മുഴുവൻ. പക്ഷെ അതിനകത്തുണ്ട് മാണിക്കും. അങ്ങനെയുള്ളവരെ വ്യക്തികൾ, അത് ഈ സമൂഹത്തിന്റെ ചരിത്ര സൃഷ്ടികളാണ് അവരൊക്കെ ഒരു പറഞ്ഞു. വ്യക്തിബന്ധങ്ങളൊക്കെ ഏറ്റവും നല്ലത് എന്ന് നമുക്ക് വിലയിരുത്താൻ അങ്ങനെയുള്ള ആളുകളാണ്. മൈൽ സ്റ്റോൺ പോലെ കാണുക ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ മാം, അവരെയൊക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്, ഒരു പുണ്യപ്രവൃത്തി പോലെ. അല്ല, അത്രയൊക്കെ ആളുകളോടൊക്കെ നമുക്ക് ഒരു കടപ്പാട് ഉള്ളിൽ വീണ്ടും വരും. പിന്നെ ചില നോവുന്ന നൊമ്പരങ്ങൾ സൂക്ഷിക്കുന്നത് എല്ലാവർക്കും ഒരു രസമാണ്. കടം തീർക്കുന്ന കാര്യം പറഞ്ഞതുപോലെ ഇതൊക്കെ ചില നോവുന്ന നൊമ്പരങ്ങളാണ്. അതിനകത്ത് ഉണ്ട്, അയ്യോ അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു, അത് പറയാമായിരുന്നു എന്നൊക്കെ നമ്മുടെ തോന്നലുകൾ ഒരുതരം നൊമ്പരപ്പെടുത്തല. പക്ഷേ എന്നാലും അതിനൊരു സുഖവും. ഓക്കെ, എന്തുകൊണ്ടും നന്നായി. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ഹസീനയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ സാറിനോട് നന്ദി പറയുകയാണ്. നല്ല ഫീഡ്ബാക്ക്, സാറിന്റെ വിലയേറിയ അഭിപ്രായത്തിന് ഒരുപാട് നന്ദി പറയുന്നു. നല്ലൊരു അഭിപ്രായം അല്ലേ ജോർജ് സാറ്? നല്ലൊരു അഭിപ്രായമാണ് പങ്കുവെച്ചത്. ടീച്ചറെ എന്തു പറയുന്നു? അല്ല, ഇനിയും പറയാനുണ്ടല്ലോ, മറ്റുള്ളവർ പറഞ്ഞ് അവരുടെ അഭിപ്രായം പറയട്ടെ, ഞാനും പറയാം. ഓക്കെ, മാത്യു സർ, മാത്യു തോമസ്. ഇപ്പൊ ജോർജ് സാറ് പറഞ്ഞില്ലേ, അത് വളരെ കറക്റ്റ് ആണ്. അതിന്റെ തന്നെ ചിരി കൊണ്ട് മൂടും ഔന നൊമ്പരം ചിലരുടെ സമ്പാദ്യം, അങ്ങനെ ഒരു പാട്ടന്നെ ഉണ്ട്. പാട്ടൊക്കെ കേട്ടിട്ട് മാത്യു തോമസ് സാർ എന്താ പറയുന്നേ നോക്കാം. സാമാത്യു, ജ്യോതി, ഇതിരിക്കെ ആര് പറയുന്നേ? നമ്മുടെ വിൻസെന്റ് സാർ പറയൂ. വിൻസെന്റ് സാർ ഉണ്ടോ? വിൻസെന്റ് സാർ പോയോ? സാമാത്യു, ഷാജി സാർ ഉണ്ടോ ഇവിടെ ടീച്ചറെ? ഇല്ല, ഷാജി സാറൊക്കെ പോയല്ലേ. ജ്യോതി, ആരാണിത്? ജ്യോതികുമാർ സാറാണോ? ജ്യോതി മാം ഉണ്ട്. പിന്നെ ഇത് ഒരു മാത്യു തോമസ് എന്ന് പറഞ്ഞുണ്ടായിരുന്നു, പോയോ ടീച്ചറെ? അവര് സാറ് സാറും പോയി. സാമാത്യു സാർ എനിക്ക് തോന്നുന്നത് ലീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ
ടീച്ചറായിരിക്കണം ഇനി. തന്നെ പറയാം. ഇല്ല, ജ്യോതി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ജ്യോതി ആരാന്ന് എനിക്ക് അറിയില്ല, പറയണേ. ജ്യോതി തയ്യാറാകട്ടെ. ഞാൻ എന്റെതൊന്ന് പറഞ്ഞോട്ടെ. ടീച്ചർ പറയണേ. ഹസീന മാമെന്ന് വിളിക്കുന്നില്ല, ഹസീന എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. ഹസീനയുടെ അവതരണം ഗംഭീരമായിരുന്നു എന്ന് എല്ലാരും പറഞ്ഞു, അതുകൊണ്ട് എടുത്തു പറയുന്നില്ല. അതിഗംഭീരം തന്നെ ആയിരുന്നു. പിന്നെ ഒരു കൗമാരപ്രായത്തിലെത്തിയ ഒരു പെൺകുട്ടിയുടെ മനസ്സ് നമ്മളിപ്പോ അത് കഥയിലൂടെ വായിക്കുമ്പോൾ അത്രയും അതിന്റെ തീവ്രത മനസ്സിലാക്കാൻ പറ്റില്ല. അത് അനുഭവിക്കുമ്പം മാത്രമേ, അവർക്ക് മാത്രമേ അതിന്റെ ആ ഒരു തൂക്കം അറിയാൻ പറ്റുള്ളൂ. കാരണം എനിക്കറിയാം, എൻ്റെ മൂത്ത ഇത്ത ഇതുപോലെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്നൊന്നും ഇത്രയും ബസ്സുകളൊന്നും ഇല്ല. KSRTC ട്രിവാൻഡ്രത്താ പുള്ളിക്കാരി പഠിച്ചത്, ഞങ്ങളുടെ വീട് ആറ്റിങ്ങലും ആയിരുന്നു. അപ്പൊ ഇതുപോലെ ഒരു ദിവസം താമസിച്ചു. നമ്മുടെ വീട്ടിൽ അന്നുണ്ടായ ആ ഒരു കോലാഹലവും ഒക്കെ ഇപ്പൊ ഞാൻ ഓർക്കുകയാണ്. പുള്ളിക്കാരി ഇതുപോലെ തന്നെയാണ്, ഇതേ രീതിയിൽ തന്നെയാണ് ഒരാള് വീട്ടിൽ കൊണ്ട് എത്തിക്കുകയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ അയാൾ തിരിഞ്ഞു കടന്നു പോവുകയും ചെയ്തു. പുള്ളിക്കാരിക്കും ആളിനെ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല ആരാണെന്ന്. പിന്നെ തിരക്കിയൊക്കെ വെളിയിൽ എല്ലാവരും ഇറങ്ങി വന്നപ്പോ പുള്ളിയെ കാണാനും പറ്റിയില്ല. അപ്പൊ ഈ ഇത്താടെ ബുദ്ധിമുട്ട് കണ്ടപ്പോഴത്തേക്ക് അങ്ങേര് പറഞ്ഞു, വീട്ടിൽ കൊണ്ടാക്കാൻ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞു കൂടെ വരികയായിരുന്നു എന്ന് പറഞ്ഞു. അത് ആ ഇത്താക്ക് ഇപ്പം വയസ്സ് 73 വയസ്സായെന്നുള്ളതാണ്. അപ്പൊ ഇന്നും അന്നത്തെ ഓർമ്മ നമ്മളിൽ കിടക്കുകയാണ്. അത് തന്നെയാണ് ഹസീന ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് ആ അന്നത്തെ അന്തരീക്ഷം എല്ലാം ഒന്നും കൂടെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പൊ അതൊരു വാഗ്മയ ചിത്രം നന്നായിട്ട് അവതരിപ്പിച്ചതിന് ഹസീനയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ ചില കടങ്ങൾ വീട്ടാതെ കിടക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് എല്ലാവരും പറഞ്ഞു. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, എല്ലാരിലും ഇതുപോലെയുള്ള കടങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതെല്ലാം വളരെ സന്തോഷത്തോടു കൂടി സൗകര്യത്തിന് സമയം കിട്ടുമ്പോഴത്തേക്ക് അത് താലോലിക്കാറുണ്ടെന്നും മനസ്സിലായി. പിന്നെ ഇവിടെ പറയാനുള്ളത് എന്താ, മനസ്സിന്റെ ശുദ്ധി, മറ്റുള്ളവരോടുള്ള കരുതൽ, ദയ, ഇതെല്ലാം ഉള്ള വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതാണ്. കഥാകാരി ഇത് യഥാർത്ഥ കഥ തന്നെയാണല്ലേ, പുള്ളിക്കാരുടെ സംഭവിച്ച കഥ തന്നെയാണല്ലേ ഇത്? ആണല്ലേ. അപ്പൊ അതൊരു വളരെ ഹൃദയസ്പൃക്കായിട്ട് നമ്മൾ കൂടി ആ കഥയ്ക്കൊപ്പം ആ വ്യക്തിക്കൊപ്പം പോകുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു കഥ എഴുതാനും അത് അവതരിപ്പിച്ചപ്പോ കഥ എഴുതുന്നതിനേക്കാൾ മനോഹരമായിട്ടായിരുന്നു ഹസീന അത് അവതരിപ്പിച്ചത്. അതാണ് നമുക്ക് കൂടെ നടക്കാൻ പറ്റിയത് ആ കഥയോടൊപ്പം. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. കാരണം ഇതുപോലെ ഹിന്ദിയിൽ ഒരു എഴുത്തുകാരിയുണ്ട്, മഹാദേവ് വർമ്മ. അവര് ഒരു ചെറിയൊരു പിന്നെ അണ്ണാൻ കുഞ്ഞിനെ കിട്ടിയിട്ടേ അതിനെ എടുത്ത് വളർത്തുന്നതും അതിന്റെ ഇതൊക്കെ പറയുന്ന കേട്ടാ നമുക്ക് ശരിക്കും അവര് അങ്ങനെ ഒരു ഇതിനെ എടുത്ത് വളർത്തി എന്ന് തോന്നും. അങ്ങനെയുള്ള കഥകൾ എഴുതുന്നതിൽ ചില കഥാകാരികൾക്ക് അപാര കഴിവുണ്ട്. അപ്പൊ അതുപോലെ നമ്മുടെ ദീപ നിശാന്തിന്റെ കഥ വളരെ ഹൃദ്യമായിരുന്നു, വളരെ നല്ല അവതരണമായിരുന്നു. ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ. പിന്നെ ഹസീനെ എങ്ങനെയാ പറഞ്ഞ, ഹസീന ഇനി എന്ന് ഹസീന കഥ വായിക്കും എന്നെനിക്ക് തോന്നിപ്പോവാണ്. കാരണം നല്ല നല്ല കഥകൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കില്ല. കാരണം ഒരു കഥയെ നമുക്ക് അവതരിപ്പിക്കുമ്പോൾ പല രീതിയിൽ അവതരിപ്പിക്കാം. ചിലരിവിടെ അവതരിപ്പിക്കാറുള്ളത് കഥ മൊത്തം എടുത്തിട്ട് അതിന്റെ ആ ഒരു കുറെ സംഭവങ്ങൾ നമ്മുടേതായ ഭാഷയിൽ അത് അവതരിപ്പിക്കും. പക്ഷെ ഹസീന ഇന്ന് അവതരിപ്പിച്ച ഈ കഥയിൽ ഒരു കോമയോ ഒരു സെമിക്കോളനോ ഒരു ഫുൾ സ്റ്റോപ്പോ ഒരു ഇൻവെർട്ടഡ് കോമയോ ഒരു എക്സ്ക്ലമേഷൻ മാർക്കോ ഒന്നും തന്നെ ഹസീന അവിടെ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അതൊക്കെ ആ സിമ്പലുകളൊക്കെ നമുക്ക് അവിടെ കിട്ടി എന്നുള്ളതാണ്. അത് ഈ കഥ വായിച്ചാൽ മാത്രമേ കിട്ടൂ. വെറുതെ നമ്മൾ പറഞ്ഞാൽ ആ കഥയ്ക്ക് ജീവൻ കിട്ടില്ല. അപ്പൊ അങ്ങനെ ആ കഥയെ വായിച്ച് എല്ലാവരിലും എത്തിച്ച ഹസീനയ്ക്ക് 100 ആശംസകൾ. ഓക്കെ, താങ്ക് യു. ടീച്ചറെ, ഇന്നത്തെ അവാർഡ് ടീച്ചറിന് കേട്ടോ. യോയോ എന്നാണ് ഹസീന. കഥാകാരിയുടെ അഭിപ്രായം കൂടെ ചോദിക്കാം. അതെ, ഒരു റിഫ്ലക്ഷനിലേക്ക് ഹസീന ഇത്ര കഥയിലൂടെ സന്ദേശം. ടീച്ചർ അല്ലെ, ഹസീന ഒന്ന് വന്നേ, ഒന്ന് ജോയിൻ ചെയ്തേ. ഈ കഥയെന്ന് പറയുമ്പോ ഈ കഥയിൽ തന്നെ, ഈ ബുക്കിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓർമ്മകളെ സമയം അളന്ന് ജീവിക്കുന്നതിനിടയിൽ നിങ്ങളിൽ നിന്നും ഓടിമറയരുതേ എന്നാണ് ആ ബുക്കിൽ പറയുന്നത്. എനിക്ക് ഈ കഥ വായിച്ചപ്പോൾ മനസ്സിലായ കാര്യം എന്താ, ഞാന് സേലത്ത്
സെക്സ് വർക്കേഴ്സിന്റെ ഒരു പ്രൊജക്റ്റില് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്ന സമയം. കോളേജ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. പ്രോജക്ട് കൺസേൺ ഇന്റർനാഷണൽ എന്നാണ് ഓഫീസിന്റെ പേര്. ഈ സേലം ജംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, വലിയൊരു എന്താ പറയാ റെയിൽവേ സ്റ്റേഷനാണ്. ബാംഗ്ലൂർക്കും ചെന്നൈക്കും ഒക്കെ നമുക്ക് പോകാൻ പറ്റുന്ന വലിയൊരു റെയിൽവേ സ്റ്റേഷൻ. അപ്പോ ഞാൻ എല്ലാ ദിവസവും രാത്രി 10 മണിക്കുള്ള ട്രെയിനിനാണ് എറണാകുളത്തേക്ക് വരുന്നത്. ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. ഒറ്റയ്ക്കാണ് ജോലിക്ക് പോകുന്നത് വരുന്നത്. ഫാദർ എറണാകുളം ജംഗ്ഷനിൽ കൊണ്ടുവന്ന് വിടും. ഒരു ദിവസം ഇതുപോലെ സേലം ജംഗ്ഷനിൽ നിന്ന് ട്രെയിൻ കയറാൻ വേണ്ടി നിന്നപ്പോ അന്ന് ഓഫീസിൽ കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. ശനിയാഴ്ച എനിക്ക് വീട്ടിലേക്ക് വരികയും ചെയ്യണം. അപ്പോ ഞാൻ ഈ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോ ബോംബെ ടു എറണാകുളം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ വന്ന് നിന്നു. അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ജനറൽ ടിക്കറ്റ്, ലേഡീസ് കമ്പാർട്ട്മെന്റ്. അപ്പോ തിരക്ക് ഭയങ്കര തിരക്കാണ്. അന്ന് എന്തോ വിശേഷ ദിവസമാണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. ധൃതിയിൽ ഞാൻ ഈ ട്രെയിനിൽ അങ്ങ് കയറി. കമ്പാർട്ട്മെന്റ് നോക്കിയപ്പോ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് കയറിയിരിക്കുന്നത്. ലേഡീസ് കമ്പാർട്ട്മെന്റ് അങ്ങ് അറ്റത്ത് എവിടെയോ ആണ്, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കയറി ഒരു സീറ്റ്, കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഫാമിലീസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഒരു സീറ്റ് കിട്ടി, പോയിരുന്നു. യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. കുറേ ദൂരം പോയിട്ടും പരിചയമുള്ള സ്ഥലങ്ങൾ വരുന്നില്ല. കാരണം വെച്ചാൽ സാധാരണ ഞാൻ ഈറോഡ് ജംഗ്ഷനിൽ നിന്നാണ് കയറുന്നത്. ഈറോഡാണ് ഞാൻ പഠിച്ചത്. ഈറോഡ് ജംഗ്ഷൻ ടു എറണാകുളം എനിക്ക് പക്ക നല്ലതായിട്ട് അറിയാം. ഓരോ സ്റ്റേഷനും തിരുപ്പൂരാണ്, അത് കഴിഞ്ഞ് കോയമ്പത്തൂരാണ്, അങ്ങനെ എല്ലാം അറിയാം. പക്ഷെ ഇത് എനിക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത സ്റ്റേഷനുകൾ വരുന്നു, ആളുകൾ കയറുന്നു ഒക്കെ. ഞാൻ കുറച്ചു ദൂരം ഇങ്ങനെ പോയതിനു ശേഷം, കുറെ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോ എനിക്ക് ഒട്ടും പരിചയമല്ലാത്ത സ്റ്റേഷനിലൂടെ ട്രെയിൻ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. കാരണം കൂടെ ആരുമില്ല. കയ്യിൽ ഫോണുണ്ട്, പക്ഷെ ആരെ വിളിക്കും, എങ്ങനെ വിളിക്കും? വീട്ടിലേക്ക് പറഞ്ഞാൽ അവര് പേടിക്കും. അപ്പൊ ഞാൻ തൊട്ടടുത്തിരിക്കുന്ന ഒരു തമിഴനാണ്. പുള്ളിനോട് ചോദിച്ചു, എവിടെയാണ്, എങ്ങോട്ടാണ് ഈ ട്രെയിൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏമാ പാത്ത് ഇത് വന്ന് ബാംഗ്ലൂർ அந்த സൈഡിക്ക് പോയിട്ട് ഇരിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് ചോദിച്ചു, അമ്മ அவங்க എങ്ക പോണു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കൊച്ചിൻ പോണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ തമിഴ് നന്നായിട്ട് അറിയാൻ സംസാരിക്കും. അപ്പൊ ഇങ്ങനെ ഈ എന്താ പറയാ കന്നഡയും തെലുങ്കും ഒക്കെ സംസാരിക്കുന്നവർ കൂടി ഇരിപ്പുണ്ട്. അപ്പൊ നോക്കുമ്പോ എന്താ ഭയങ്കര വിജനമായ സ്റ്റേഷനിലൂടെ, ഈ ബാംഗ്ലൂർ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. വിജനമായ സ്റ്റേഷനാ, ഒരു മനുഷ്യന് സ്റ്റേഷനിൽ ഉണ്ടാവില്ല. അർദ്ധരാത്രി സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാന് പുള്ളിയോട് ചോദിച്ചു, എനിക്കിങ്ങനെ എന്ത് ചെയ്യും എന്നിങ്ങനെ വെപ്രാളപ്പെട്ടതുകൊണ്ട് ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞു, അടുത്ത സ്റ്റേഷൻ വരുമ്പോ മോളെ ഇറങ്ങിക്കോ, എന്നിട്ട് അവിടെ നിന്ന് കൊച്ചിനിലേക്കുള്ള ട്രെയിൻ കയറിക്കോളാം പറഞ്ഞു. അടുത്ത സ്റ്റേഷൻ വന്നു, ഞാൻ ഇറങ്ങിയപ്പോ സ്റ്റേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അവിടെ ഇല്ല. 2 മണി സമയം. വല്ലപ്പോഴും ട്രെയിൻ നിർത്തുന്ന ഒരു സ്റ്റേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. കുറച്ച് ആളുകൾ അവിടെ എവിടേക്കോ കുറച്ചു നേരം നിൽക്കുന്നുണ്ട്. പക്ഷെ ഇരുട്ടാണ്. നമ്മുടെ നാട്ടിലെ പോലെ ലൈറ്റും ഇല്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. പക്ക ഒരു ഗ്രാമാന്തരീക്ഷം. എവിടെ നിൽക്കും, എന്ത് ചെയ്യണം എന്ന് അറിയില്ല. അവസാനം ഞാൻ ട്രെയിൻ മാസ്റ്ററിനെ കണ്ടുപിടിച്ചു. അയാളുടെ അടുത്ത് ചെന്നപ്പോ ചോദിച്ചു, എറണാകുളത്തേക്കുള്ള ട്രെയിൻ എപ്പോഴാന്ന് ചോദിച്ചു. പറഞ്ഞു, ഏമാ இந்த ടൈമിൽ എന്ത് ട്രെയിനും ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി എന്നെ ഇങ്ങനെ നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എറണാകുളം പോണം എന്ന് പറയും. കേരളം പോണം, കേരളാவுக்கு ஏதாவது ട്രെയിൻ இருக்கா ഞാൻ ഇങ്ങനെ ചോദിക്കാം. ஏமா பாலக்காடுக்கு ஏதோ ஒரு ட்ரெயின் இருக்கு இந்த டைம்ல, நீ அந்த பக்கம் அந்த இடத்துல போய் நில்ல, அங்க நிப்பாட்டினா நிப்பாட்டும், இல்லன்னா ഇല്ല എന്ന് പറഞ്ഞു. ശരി, എന്ത് ചെയ്യും? അവസാനം പോയി ഇങ്ങനെ നിക്കുവാണ്. അപ്പൊ എന്താ മെറ്റൽ ഇട്ടേക്കുന്ന സ്ഥലം, പ്ലാറ്റ്ഫോം ഒക്കെ കഴിഞ്ഞ് മെറ്റൽ ഇട്ടേക്കുന്ന സ്ഥലം, അവിടെ ഇറങ്ങി നിൽക്കാനാ പറയുകയാണ്. അവിടെ ഒന്നും ഒരു മനുഷ്യനില്ല. രാത്രി 2:30-3 മണി. എന്ത് ചെയ്യണം എന്നറിയില്ല. അവസാനം ഞാൻ ഈ ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോ ഈ ട്രെയിൻ എന്ത് ചെയ്തു, പതുക്കെ സ്ലോ ചെയ്ത് വന്നിട്ട് അവിടെ എത്തിയപ്പോഴത്തേക്കും ട്രെയിൻ മൂവ് ചെയ്ത് പോവാ, നിർത്തുന്നില്ല. ഞാൻ വിചാരിച്ചു, എന്റെ പടച്ചോനെ, ഇനി ഞാൻ ഏത് ട്രെയിനിൽ പോകൂ എന്നിങ്ങനെ പേടിച്ച് ഇങ്ങനെ അന്താളിച്ച് മുകളിലേക്ക് നിൽക്കുന്ന സമയത്ത് ഒരു കൈ ഇങ്ങനെ താഴ്ത്തു വന്നു. എന്നിട്ട് ഇങ്ങനെ കൈ തന്നു. ഞാൻ ഈ താഴെ മെച്ചന്റെ ഭാഗത്താണ് നിൽക്കുന്നത്. നല്ല ഹൈറ്റിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കണേ. ഇയാളുടെ കൈ വരുന്നുണ്ട്, ഒരു കറുത്ത കൈ. ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ ചാടി കയറി പിടിച്ചു.
ഞാൻ ആ ട്രെയിനിന്റെ അത്ര ഹൈറ്റുള്ള ട്രെയിനിന്റെ മേളിലേക്ക് കയറി. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. വെപ്രാളത്തിൽ ഞാൻ എവിടെയോ പോയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് പരിസര ബോധമൊന്നുമില്ല. എവിടെയാണ് എന്താണെന്നൊന്നും ഒരു ബോധമില്ല. ഞാൻ ഇരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആരാണ് എനിക്ക് കൈ തന്നതെന്നോ ആരാണെന്ന് എന്നും ഓർമ്മയില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് പരിസരമൊക്കെ ബോധ്യം വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇയാളെ ഇങ്ങനെ നോക്കുക, ആരാണാവോ എനിക്ക് കൈ തന്നത്. പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ആരാണ് ഇതെന്ന്. ഇന്നും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ ഒരാള് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഹെൽപ്പ് ചെയ്ത്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ ആളുടെ കൈ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. അയാളുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. ഇന്ന് എവിടെയോ ഒരു കോണിൽ അയാളുണ്ട്. അയാൾക്ക് നന്മകൾ ഉണ്ടാവട്ടെ. ഈ കഥ വായിച്ചപ്പോ എനിക്ക് തോന്നിയത് എന്റെ തന്നെ കഥയായിട്ടാണ്. താങ്ക് യു. മറഡോണയുടെ ദൈവത്തിന്റെ കൈ പോലെ അല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ ഒരു കൈയാണ്. ഹസീനെ ഇങ്ങനെ കരയിപ്പിക്കരുത് കേട്ടോ. കയ്യ വല്ല കറുത്ത കയ്യ, ഞാൻ പേടിച്ചു വല്ല ഗോവിന്ദച്ചാമിയുടെ കൈയാണ്. അതിനാണ് ദൈവത്തിന്റെ കൈകൾ എന്ന് പറയുന്നത് അല്ലേ സാറേ? അതെ അതെ, അതെ അതെ, അതിന് കറുപ്പും തീർച്ചയായിട്ടും. വെളുപ്പൊന്നുമില്ല. അല്ല, അതെ. ആ കൈകൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. ശരിക്കും ഈ ഒരു സാഹചര്യം ഇപ്പൊ നമ്മൾ കേട്ട കഥയുടെ ആ പശ്ചാത്തലത്തിൽ ഇന്നത്തെ കാലത്തായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? അന്ന് ഈ പറയുന്ന എല്ലാം ഓക്കെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികളുടെ സമീപനങ്ങളൊക്കെ ആണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഇന്നൊരു ഇത് എഴുതിയിരുന്നു, കഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ ഉണ്ട്. സംസ്കാരത്തെ കുറിച്ച് അറിയാൻ, ഈ അനുഭവങ്ങൾ. കുറവാണെന്ന് മാത്രം. യെസ് അനുഭവങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള സൈക്കോളജി, ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ തലമെന്ന് പറയാം. നമ്മൾക്ക് ചില സമയങ്ങളിൽ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യണമെന്നും ചിലതൊക്കെ ചില സമയത്ത് ഇത് അത്യാവശ്യമാണെന്നും ആ കൈ തട്ടിക്കളഞ്ഞിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം എന്ന് പറയുന്ന പോലെ ഇന്നത്തെ കാലഘട്ടവും അന്നത്തെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം. റോയ് സാറേ പറ. മാഡം കഥ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് വളരെയധികം ഇത് ചെയ്ത ഒരു കാര്യമുണ്ട്. അന്ന് സ്ത്രീപീഡനങ്ങൾ അന്ന് ന്യൂസിലില്ല എന്നെടുത്തു പറഞ്ഞു കഥയില്. അപ്പോൾ ഈ ഇത്രമാത്രം പീഡനങ്ങൾ മാത്രമല്ലേ നമ്മൾ കേൾക്കുന്നുള്ളൂ, നല്ല കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പം ലോകം മുഴുവൻ ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന ആൾക്കാരാണ് എന്ന് തോന്നുന്ന ഒരു സാഹചര്യമായി ഇന്നുള്ളത്. അപ്പോൾ ഇത് എല്ലായിടത്തും ഘോഷിച്ച് അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ ന്യൂസുകളായിട്ട് വരിക. അപ്പൊ അത് തന്നെ നമുക്ക് ഈ ലോകത്ത് സ്ത്രീകൾക്ക് തന്നെ പോകാൻ പേടി തോന്നുന്നത് ആയ ഒരു സിറ്റുവേഷനായിട്ട് മാറുകയാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് തോന്നുന്നത്. അതല്ലേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാണ്ട് നന്നായിട്ട് ഇപ്പൊ ഇതുപോലെ ഒരു കഥയിലൊക്കെ ഒന്ന് രണ്ട് പേരെ ഇങ്ങനെ പറയുന്ന അനുഭവം കൊണ്ട് പറയാം. അതുപോലെ എത്രയോ അനുഭവങ്ങളുണ്ട്. അതല്ല ഇത് മുഴുവൻ ഇങ്ങനെയാണെന്ന് ധരിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ ഇപ്പൊ എന്റെ ഒരു ശ്രദ്ധയിൽ വന്നപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു കൗൺസിലർ കുട്ടിക്ക് വിവാഹാലോചന വന്നു. അപ്പോ അവരെന്ത് ചെയ്ത വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ ഈ പ്രശ്നം? വീട്ടുള്ളൂ സാറേ, നമ്മൾ എന്തോരം പുരുഷന്മാരാണ് ഈ പീഡനങ്ങളുമായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. എനിക്ക് കിട്ടുന്ന പുരുഷൻ ഇതുപോലെ ഒരാളാണെങ്കിൽ എൻ്റെ ജീവിതം തുലഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. അപ്പൊ ഞാൻ എന്തായാലും പറയുകയും ചെയ്തു, പീഡനങ്ങളും പ്രശ്നങ്ങളും ഉള്ളവർ മാത്രമേ നമ്മുടെ അടുക്കിട്ട് വരുന്നുള്ളൂ, അല്ലാതുള്ള എത്രയോ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് ചിന്തിക്കാനുള്ള ഒരു ശരിയാണ് എന്ന് തോന്നിയപ്പോഴാണ് ആ പറഞ്ഞത്. ഇപ്പൊ വിവാഹം കഴിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇത് ആണ് നമ്മുടെ ഒരു, അപ്പൊ ആ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്ന ഒരു സാഹചര്യം വരും. അപ്പോഴാണ് അല്ലാത്ത ഒരെണ്ണം കിട്ടുമ്പോൾ നമുക്ക് വളരെയധികം ഇതായിട്ട് തോന്നുന്നത്. ഓക്കെ മാഡം, ഞാനത് പ്രസന്റ് അപ്പം തന്നെ എനിക്കത് തോന്നിയ ഒരു കാര്യമാണ്. അന്ന് സ്ത്രീപീഡനത്തിൽ ന്യൂസിൽ വരികയില്ല എന്ന് പ്രസ് ചെയ്ത് എടുത്തു പറഞ്ഞു ഹസീന മാഡം. അപ്പൊ അവിടെ തന്നെ ഞാൻ പറഞ്ഞ ഈ കഥയിൽ ഓരോ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുമ്പോഴും നമുക്ക് ഒത്തിരി ചിന്തിക്കാനും അനുഭവങ്ങൾ എടുക്കാനും കഴിയുന്നു. ചുമ്മാ വായിച്ചു പോയാൽ കിട്ടിയല്ല. അപ്പൊ അതിന്റെ പ്രസന്റേഷൻ ഒരിക്കലും ഇത് മറക്കാൻ പറ്റിയില്ല. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ആ ചെറിയ ചില കാര്യങ്ങൾ, അതിൽ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞോളെ, അന്ന് ന്യൂസിൽ സ്ത്രീപീഡനം ന്യൂസിൽ വരികയും പിന്നെ അവസാനം പറഞ്ഞു നിർത്തിയ ഒരു കാര്യം ഏതാ, തീർക്കാതെ ബാധ്യതകൾ, അതും എനിക്ക് വളരെയധികം ഇമ്പ്രസീവ് ആയിരുന്നു. ഓക്കെ, അത് ഇത് വായിച്ചു തന്നെയല്ല, ആ പ്രസന്റേഷൻ എനിക്ക് വളരെയധികം എൻജോയ് ചെയ്തു. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്.
സാബു സാറ് പറഞ്ഞ പോലെ ചില സന്ദർഭത്തില് നമ്മള് യാത്ര ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ പേടി ഉണ്ടല്ലോ, നമ്മളെ പേടിപ്പിച്ചാര ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന പേടി പിന്നെ ആലോചിക്കുമ്പോൾ നമുക്കത് പേടിയായിട്ട് തന്നെ വരാറുണ്ട്. ഞാനിപ്പം കഴിഞ്ഞ DHC പഠിച്ചിട്ട് അത്രയൊന്നും ആയില്ലല്ലോ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ ട്രെയിന് ലോക്കൽ ട്രെയിനാണ്. അപ്പൊ അവിടുന്ന് കണ്ണപുരത്ത് കയറുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഒരു 10-15 ആൾക്കാരുണ്ടല്ലോ, കുഴപ്പമില്ല. കാരണം ആ സന്ധ്യക്ക് ചെറുവത്തൂർ ആ വണ്ടി എത്തുമ്പോൾ സന്ധ്യയാവും, രാത്രിയാവും, കുറച്ച് ഇരുട്ടാവും. മാഡം പറഞ്ഞു കുറെ ഒരു സ്റ്റേഷനിൽ എത്തുമ്പോൾ കുറെ ആൾ ഇറങ്ങി, പിന്നെ ഒരു സ്റ്റേഷനിൽ പോയി. അപ്പൊ അങ്ങനെ 2-3 സ്റ്റേഷൻ ബാക്കിയുണ്ട് അത്രേ, സന്ധ്യ ആവാൻ തുടങ്ങി. അപ്പം ഒരു സ്റ്റേഷനിൽ ഒരു കുട്ടീനെ എടുത്തിട്ട് ഒരുത്തൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു അവരെല്ലാം കയറുന്നത്. അപ്പോഴത്തെ കുട്ടീനെ ട്രെയിനിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് പിന്നെ കുട്ടീനെ പുറകോട്ട് എടുക്കുക, ഒരു തമാശ കളിക്കുക. ഈ 2-3 സ്റ്റേഷൻ ഉണ്ടാകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ വലിയ ബോഗിയില്ലേ, 2 ഒന്നിച്ചുള്ള ബോഗി, അതില് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. സന്ധ്യാവാൻ തുടങ്ങി. ഞാനിങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിനെ വിളിച്ചു, സജിത ഞാൻ ഈ ട്രെയിനിൽ ഒറ്റയ്ക്കുള്ളു, എനിക്കെന്തോ ഒരു പേടിയാവുന്നു, സൗമ്യന്റെ സംഭവം ഗോവിന്ദചാമിന്റെ ഓർമ്മ വരുന്നു. എന്നിട്ട് അവസാനം രമേശ് പേടിക്കണ്ടായിരുന്നു, 1-2 സ്റ്റേഷനിൽ ഉള്ളൂ, എന്നാലും എനിക്ക് പേടിയാണ് സജിത എന്ന് പറഞ്ഞു. പിന്നെ മോളെ വിളിച്ച് ഫേസ് ടൈം ചെയ്തു. എന്റെ അമ്മോ, ചെറുവത്തൂരെത്തുമ്പോ കുറച്ച് ഇരുട്ടാണ്, ചെറുവത്തൂരെത്തുന്നവരെ കാരണം ഞാൻ ഒരു ഭാഗത്ത് പോയിട്ട് അത് ലോക്ക് ചെയ്തു. എന്നിരുന്നാലും എനിക്ക് കുറച്ചങ്ങോട്ട് പോകാൻ പേടിയാണ്, ആരെങ്കിലും ഉറങ്ങിയിട്ട് അങ്ങനെ ഇതിനകത്ത് ഉണ്ടാവുമോ പുരുഷന്മാര്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകുമ്പോ എന്നെ കാണോ, എന്തെങ്കിലും ചെയ്യോ, അങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഏതായാലും നല്ല കഥയായിരുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. അപ്പോൾ വീണ്ടും നമുക്ക് നാളത്തെ ദിവസം മൈൻഡ്ഫുൾനെസ്സിൻ്റെ ദിവസമാണ്. ആന്റണി സാറിൽ നിന്ന് മൈൻഡ്ഫുൾനെസ്സിന് മറ്റൊരു വിഷയം കേൾക്കാം. താങ്ക് യു ഹസീന, വളരെ മനോഹരമായി 2 ആഴ്ചകൾ. വീണ്ടും ഇതുപോലെ സാധാരണ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ ആരോടും പറയാറില്ല എന്നുള്ളതാണ്. ഉഷമാമിനെയാണ് കഥ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉഷമാമ ആര് കൊണ്ടുവന്നാലും നമ്മൾ കഥ പറയിപ്പിക്കും. ഓരോ എപ്പിസോഡിലും ഇന്നിപ്പോ യാദൃശ്യമായിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റും, എല്ലാ ദിവസവും അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് ഓരോ ദിവസവും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം, അതുപോലെ തന്നെ പുതിയ ആളുകളെ പരിചയപ്പെടുത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് വേറെ ശ്രമിച്ചു. ഇല്ല, അങ്ങനെയില്ല. അപ്പൊ നമ്മളുടെ ഒക്കെ ഒരു കണ്ടിന്യൂസ് ഒരു പ്രോസസ് ഉണ്ട്, ഇല്ലേ? നമ്മൾ ശ്രദ്ധിച്ചു, നമ്മളെല്ലാ സെഷൻസും കണ്ടിന്യൂസ് ആണ്. നമ്മളുടെ തിരുക്കുറലാണെങ്കിലും മൈൻഡ്ഫുൾനെസ് ആണെങ്കിലും ഒക്കെ അതിൽ കുഴപ്പമില്ല, അത് നല്ലതാണ്. അതെ, എന്തായാലും ഹസീന വന്നപ്പോ പിന്നെ ഹസീന വളരെയധികം ഇംപ്രസീവ് ആണ് എല്ലാവർക്കും. അത് കഥയോട് കൂടുതൽ താല്പര്യം കൂടാൻ അതിനൊരു അവസരം കൂടിയാണിത്. അങ്ങനെയാണ് എല്ലാവരുടെയും ഫീഡ്ബാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറയാനുള്ള ഉത്തരവാദിത്വം കൂടും, അല്ലേ? തീർച്ചയായിട്ടും. അത് ഹസീനയ്ക്ക് തന്നെ, ഹസീനയിൽ ഏൽപ്പിക്കാം നമുക്ക് ആ ഒരു ഉത്തരവാദിത്വം. കണ്ടോ, കഴിഞ്ഞ ആഴ്ചയെക്കാളും ഒക്കെ മനോഹരമായിട്ടാണ്, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് നല്ല രീതിയിൽ ആണ്, കൂടുതൽ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചു എന്നാണ് എല്ലാവരുടെയും ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഹൃദയം നിറഞ്ഞ നന്ദി ഹസീന. പറയാൻ 2 അക്ഷരം മാത്രം, നന്ദി. ഇനിയും വരിക, ഞങ്ങളോടൊപ്പം വരിക. അതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു എല്ലാവർക്കും. ഹസീന, താങ്ക് യു വൺസ് അഗെയിൻ. ഓക്കെ, സി യു ആൻഡ് താങ്ക് യു. താങ്ക് യു. ഗുഡ് നൈറ്റ്.